പോവുകയാണ്. ഇനി അടുത്ത അധ്യായം ഏതാണ്? 13-ാമത്തെ അധ്യായം, ചാപ്റ്റർ 13. 12-ാം അധ്യായത്തിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ച് റിവേഴ്സ് ചെയ്ത് നമുക്ക് ഹെരോദാവിന്റെ പീഡനം, അത് പത്രോസിന്റെ ബന്ധനവും വിടുതലും, പ്രാർത്ഥിക്കുന്ന സഭയ്ക്ക് ദൈവത്തിന്റെ മറുപടി. വെരി ഗുഡ്. പിന്നെ ഹെരോദാവിന്റെ ദാരുണമായ അന്ത്യം. ഓക്കെ, വെരി ഗുഡ്. ആ ഒരു കീവേഡ് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ അല്ലേ? എന്തായിരുന്നു? ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഓക്കെ. ആ അധ്യായത്തിലെ മെയിൻ ഹെഡിങ് എന്തായിരുന്നു? ഹെരോദാവിന്റെ പീഡനം. 11-ാം അധ്യായത്തിന്റെ മെയിൻ ഹെഡിങ് എന്തായിരുന്നു? തലക്കെട്ട് ജാതികളിടയിലെ പുറകോട്ട് 10 ഒന്നുകൂടെ മറിച്ചാ മതി. അപ്പൊ 10ാം അധ്യായത്തിൽ ഏതാണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് പറയണം കേട്ടോ. ഇപ്പം പേപ്പർ മറിക്കുമ്പം ഒത്തിരി സമയം എടുക്കും. ഓർത്ത് വെക്കുക, അത് പഠിക്കുക. 10 എന്ന് പറയുമ്പോൾ കൊർന്നല്യോസ് പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരിക. 11 ജാതികളിൽ പൗലൂസ്, 12 ഹെരോദാവിന്റെ പീഡനം. ഇനി 13-ാമത്തെ അധ്യായം അത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. 5 നമുക്കറിയാം. 5-ാമത്തെ അധ്യായം ഏതായിരുന്നു? ചുമ്മാ ഒരു പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരുന്നുണ്ടോ നോക്കട്ടെ. 5-ാം അധ്യായത്തിന്റെ ഓക്കെ, വെരി ഗുഡ് കേട്ടോ. 5 വരെ ഏതാണ്ട് എല്ലാവരും നന്നായിട്ട് ഓർക്കുന്നുണ്ട് കേട്ടോ. ബാക്കി അടികളോട് പഠിക്കണേ. നമ്മളിങ്ങനെ അതിനിടയ്ക്ക് നമ്മുടെ മീറ്റിങ്ങുകളൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങിയൊക്കെ വരുന്നത് കൊണ്ടാണ് എല്ലാവരും പഠിക്കണം. 13-ാം അധ്യായത്തിലേക്ക് വരികയാണ്. 1-ാം മിഷണറി യാത്ര, പൗലൂസിന്റെ 1-ാം മിഷണറി യാത്ര. മെയിൻ ഹെഡിങ് പൗലൂസിന്റെ 1-ാം മിഷണറി യാത്ര. ഒന്നാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാവോ? ആർക്കെങ്കിലും ഒരാൾക്ക്. അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസ്, നീഗർ എന്ന പേരുള്ള ശീമോൻ, കുറേനക്കാരനായ ലൂക്യോസ്, ഇടപ്രഭുവായ ഹെരോദാവോട് കൂടെ വളർന്ന മനായേൽ, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. അന്ത്യോക്യയിലെ സഭയില് ബർന്നബാസ്, നീഗർ എന്ന പേരുള്ള ശിമോൻ, കുറേനക്കാരനായ ലൂക്യോസ്, ഇടപ്രഭുവായ ഹെരോദാവോട് വളർന്ന മനായേൽ, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. അപ്പം അന്ത്യോക്യ സഭയുടെ ഒരു പിക്ചറാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അവിടുത്തെ ബർന്നബാസിനാണ് ആ സഭയുടെ കൂടുതൽ ഉത്തരവാദിത്വം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അപ്പൊ ബർന്നബാസ്, നീഗർ എന്ന പേരുള്ള ശിമോൻ, കുറേനക്കാരനായ ആരാണ്? ലൂക്യോസ്, ഇടപ്രഭുവായ ഹെരോദാവോട് കൊടുത്ത മനായേൻ. ഇങ്ങനെ സഭയിലെ മെമ്പർ അല്ലെങ്കിൽ അംഗസംഖ്യയെ കുറിച്ചും അല്ലെങ്കിൽ അതിന്റെ അകത്തെ ഒരു രൂപമാണ് നമുക്കിവിടെ സ്ട്രക്ചറാണ് കാണാൻ കഴിയുന്നത്. അവിടെ ഉപദേശകന്മാരുണ്ട്, പ്രവാചകന്മാരുണ്ട്, അപ്പോസ്തലിക നടത്തിപ്പ് ശൗല്, അതോടൊപ്പം തന്നെ ബർന്നബാസിനെ പോലെയുള്ളവരുടെ നടത്തിപ്പ്, അവിടുത്തെ ലീഡർഷിപ്പ് ഉണ്ട്. എല്ലാ നിലയിലുമുള്ള ഉത്തരാഫ്രിക്ക കുറേനക്കാരനായ ലൂക്യോസ് ഉണ്ട്. അതുപോലെ തന്നെ ഹെരോദാവോട് കൂടി വളർന്ന കൊട്ടാരത്തിൽ പാലസിൽ വളർന്ന മനായേനുണ്ട്. ഇങ്ങനെ വിവിധ തറികളിൽ വിവിധ നിലകളിൽ ഉള്ള പ്രിയപ്പെട്ടവർ അല്ലെങ്കിൽ വിവിധ ജോലികളിൽ ഏർപ്പെട്ടിരുന്നവർ ഒരുമിച്ച് കൂടി ആരാധിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട സഭയായിരുന്നു അന്ത്യോക്യ സഭ എന്ന് നമുക്ക് കാണാൻ കഴിയും. നീഗർ എന്ന പേരുള്ള ശിമോൻ, നീഗർ എന്നാ പറഞ്ഞാൽ എന്താണ്? ഒരു നീഗ്രോ, കറുത്ത വർഗ്ഗക്കാരെ കുറിക്കുന്ന ഒരു അതിന്റെ മീനിങ് കറുത്ത. നീഗർ എന്ന് പറഞ്ഞ നീഗർ എന്ന പേരുള്ള ശിമോൻ എന്ന് പറയുമ്പോൾ അപ്പോൾ നിറം കുറഞ്ഞവരും നിറം കൂടിയവരും പാലസിൽ വളർന്നവരും പ്രവാചകന്മാരും എല്ലാവരുടെയും ഒരു കൂട്ടമായിരുന്നു അന്ത്യോക്യ സഭ എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയാണ് അന്ത്യോക്യ സഭ. അന്ത്യോക്യ സഭയിലാണ് നമുക്ക് ഇവരെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ സഭയുടെ ഒരു ക്വാളിറ്റി എന്താണെന്ന് നമുക്ക് 2-ാമത്തെ വാക്യത്തിൽ കാണാനായിട്ട് സാധിക്കുന്നു. ഞാൻ അവിടെയുള്ള ആളുകൾ എല്ലാം ഒരേ ഭാഷക്കാരോ അല്ലെങ്കിൽ ഒരേ നിലയിൽ വരുന്നവരോ ആയിരുന്നില്ല. വ്യത്യസ്തമായ സ്ഥലത്ത്, വ്യത്യസ്തമായ ഇടത്ത്, വ്യത്യസ്തമായ ജോലികളിൽ
ഏർപ്പെട്ടിരുന്നവരായിരുന്നു, ഒരുമിച്ച് ദൈവത്തെ ആരാധിച്ചിരുന്നത്. അപ്പോൾ ദൈവസഭയുടെ ഏറ്റവും അടിസ്ഥാനപരമായ അല്ലെങ്കിൽ ദൈവസഭയുടെ ശക്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ ജീവൻ എന്ന് പറയുന്നത് എന്താണെന്ന് ഏത് ആളുകൾ എന്നുള്ളതല്ല, അത് ഐക്യതയോടും സ്നേഹത്തോടും പ്രാർത്ഥനയോടും മുൻപോട്ട് പോകുന്ന ഒരു കൂട്ടമാണ് ദൈവസഭയെങ്കിൽ ആ ദൈവസഭ അനുഗ്രഹിക്കപ്പെടുവാനായിട്ടിടയായിരിക്കും. അന്ത്യോക്യ സഭ യെരുശലേം സഭയിലേക്ക് എന്ത് കൊടുത്തുവിട്ടെന്ന് നമ്മൾ വായിക്കുന്നത്? ധർമ്മശേഖരം, അല്ലെ? സാമ്പത്തിക കൂട്ടായ്മ കൊടുത്തുവിട്ടു. അപ്പോൾ അന്ത്യോക്യ സഭയിൽ പല പാവപ്പെട്ടവരുണ്ടായിരുന്നു, പണക്കാരുണ്ട്, ഹൈ ക്ലാസ് ഉണ്ട്, മിഡിൽ ക്ലാസ് ഉണ്ട്, ലോ ക്ലാസ് ഉണ്ട്. എങ്ങനെ എല്ലാ ജീവിതത്തിന്റെ തുറകളിൽപ്പെട്ട സാമ്പത്തിക നിലയിൽ വ്യത്യാസങ്ങളുള്ളവരുണ്ടായിരുന്നു, കുടുംബ പശ്ചാത്തല വ്യത്യാസമുള്ളവരുണ്ടായിരുന്നു, നിറത്തിൽ വ്യത്യാസമുള്ളവരായിരുന്നു. പക്ഷേ ഇതൊന്നും ആ സഭയ്ക്കൊരു പ്രശ്നമായിരുന്നില്ല. ആ സഭ ഒറ്റ കാഴ്ചപ്പാടായിരുന്നു. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണെന്നുള്ള ഉത്തമ ബോധ്യമായിരുന്നു അന്ത്യോക്യ സഭയെ ലോകത്തിന്റെ മുൻപിൽ ഏറ്റവും അതിശ്രേഷ്ഠമായ ഒരു ചർച്ച ആയിരുന്നു. യെരുശലേം സഭയെ എങ്ങനെ അവിടെ യഹൂദന്മാരുടെ ഒരു കൂട്ടം മാത്രമായി. എന്നാൽ അന്ത്യോക്യ സഭ ഏറ്റവും ശക്തമായി നിലകൊണ്ട് ലോകത്തിനൊരു മാതൃക കാട്ടിക്കൊടുത്ത ഒരു സഭയാണ് അന്ത്യോക്യ സഭയെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ സഭയുടെ അടുത്തൊരു ഗുണത്തെ കുറിച്ച് 2-ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഭരണമാസനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീൻ എന്ന പരിശുദ്ധാത്മാവ് പറഞ്ഞു. അപ്പോൾ അവരിങ്ങനെ ആരാധിക്കുകയും എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? അവർ ഉപവസിക്കുകയും ചെയ്യും. അപ്പം ദൈവസഭയുടെ പരമപ്രധാനമായ ഒരു അടിസ്ഥാനപരമായ ഒരു ഏറ്റവും വലിയൊരു ആത്മീയ ഗുണം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ആരാധിക്കുകയും ഉപവസിക്കുകയും ചെയ്യും കേട്ടോ. അപ്പൊ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയൊക്കെ ചെയ്യുന്നവര് ആണ് സഭയ്ക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത്. ആരാധിക്കുകയോ ഉപവസിക്കുകയൊക്കെ ചെയ്യണം, ദൈവസന്നിധിയിൽ ആരാധിക്കണം, ദൈവസന്നിധി പ്രാർത്ഥിക്കണം, ഉപവസിക്കണം. അങ്ങനെയുള്ളവര് ദൈവസഭയ്ക്ക് അല്ലെങ്കിൽ അവിടുത്തെ ആത്മീയ ശുശ്രൂഷയ്ക്ക്, ആത്മീയ വളർച്ചയ്ക്ക് ഒരു വലിയ കാരണമാണ്. ചരിത്രം പറയുന്നത് ഈ അന്ത്യോക്യ സഭയുടെ ഉപവാസവും പ്രാർത്ഥനയും മൂലം അനേക സഭകളെ, ചെറിയ ചെറിയ വലിയ പല കൂട്ടങ്ങളെയും എന്ന് പറഞ്ഞാൽ പലയിടത്തും ഉണ്ടായ ചെറിയ ചെറിയ കൂട്ടങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിർത്താൻ ഈ അന്ത്യോക്യ സഭയ്ക്ക് സാധിച്ചു. മാത്രമല്ല അന്ത്യോക്യ സഭയിൽ അനേക പ്രവാചകന്മാർ എഴുന്നേറ്റു, അനേക ദൈവിക ദർശനങ്ങളെ പ്രാപിക്കുന്ന ശുശ്രൂഷകന്മാർ എന്ന് പറഞ്ഞാൽ എന്താണ്, കൃപാവരങ്ങളാൽ നിറയപ്പെട്ട അനേകർ ഈ അന്ത്യോക്യ സഭയിൽ ഉണ്ടായിരുന്നു നമുക്ക് കാണാൻ. അപ്പൊ അന്ത്യോക്യ സഭയുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ് എന്താണ്, ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സഭയിൽ എല്ലാം നമുക്കെല്ലാം വേണ്ട ഏറ്റവും ഒരു എന്താണ് ആത്മീയ ഗുണമാണ് ഉപവസിക്കുക, പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഉപവാസം പ്രാർത്ഥനയെ കുറിച്ച് പലരും പല വിധത്തിൽ ഉള്ള കമന്റ്സുകളൊക്കെ ഇടുമ്പോൾ ദൈവമക്കളായ ചെറിയ കൂട്ടമായി നാം ഒരുമിച്ച് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇതുവരെയും അനുഗ്രഹമായിട്ട് ദൈവസഭ മുൻപോട്ട് വന്നുകൊണ്ടേയിരുന്നത്. അല്ലേ? സ്തോത്രം. ഇനിയും നമ്മുടെ ഇത്രയും പടവുകളൊക്കെ കടക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിച്ചത് എന്തുകൊണ്ടാണ്? ഉപവാസവും പ്രാർത്ഥനയും. പലരും രോഗികളായി, പലരും ക്ഷീണിതരായി, പലരും സാമ്പത്തികമായി ബുദ്ധിമുട്ട്, പലരും ജോലി സംബന്ധമായ വിഷയങ്ങളുണ്ടായി, പലരും നാട്ടിലെ പല പ്രശ്നങ്ങളുണ്ടായി. അതിന്റെ എല്ലാം നടുവിൽ ബഥേൽ സഭ ദൈവസന്നിധിയിൽ മുട്ടുകുത്തി ഉപവസിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമാണ് ഇന്ന് കാണുന്ന സർവ്വാനുഗ്രഹങ്ങളും. ദൈവം അവർക്ക് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ദൈവ അത്ഭുതങ്ങളെ ചെയ്യാനിടയായി തീർന്നു. സ്തോത്രം. അത് നമുക്ക് മറച്ചു വെക്കേണ്ട കാര്യമില്ല. പരസ്യമായിട്ട് ഒന്നുകൂടെ ഉറക്കെ പ്രഖ്യാപിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാതെ സഭയുടെ കമ്മിറ്റി ഉള്ളത് കൊണ്ടോ, സഭയ്ക്ക് ഒരു പാസ്റ്റർ ഉള്ളത് കൊണ്ടോ, അല്ലെങ്കിൽ സഭയ്ക്ക് ഫണ്ട് ഉള്ളത് കൊണ്ടോ, സഭയിലെ മിനിസ്ട്രിയിലെ ജോലിയുള്ളവരുള്ളത് കൊണ്ടോ ഒന്നുമല്ല. സ്തോത്രം. സഭയിൽ ആരാധിക്കുകയും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവർ കരങ്ങളോട് കരങ്ങൾ കോർത്തുപിടിച്ച് പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഇന്നും ദൈവസഭ ജയത്തോടെ അനുഗ്രഹത്തോടെ മരുഭൂമിയിൽ നിലനിൽക്കുന്നത്. ഇനിയും നിൽക്കണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു പാസ്റ്റർ മാറി അടുത്ത പാസ്റ്റർ വരും, ഒരു കമ്മിറ്റി മാറി അടുത്ത കമ്മിറ്റി വരും, അല്ലെ? ഒരു ജോലിക്കാരൻ കുറച്ചുകൂടെ കൂടിയ ജോലിയുള്ള ആൾക്കാർ ചിലപ്പോൾ മെമ്പേഴ്സ് ആയിട്ട് വന്നു വരാം. ഇതൊന്നുമല്ല സഭയെ താങ്ങി നിർത്തുന്നത് എന്റെയും നിങ്ങളുടെയും കണ്ണുനീരും പ്രാർത്ഥനയും ഉപവാസവും മാത്രം. അല്ലെ? അതുകൊണ്ട് ഈ ലോക്ക്ഡൌണിൽ നമ്മളായിരിക്കുമ്പോൾ എല്ലാ ദൈവമക്കളും കണ്ണുനീരോട് ദൈവസന്നിധി പ്രാർത്ഥിക്കണം. കാരണം ഈ ദിവസങ്ങളിൽ നടക്കുന്ന ചില പ്രയാസമേറിയ ചില കാര്യങ്ങൾ എന്ന് വെച്ചാൽ പലർക്കും ജോലി പോകുന്നു, പലർക്കും വേദന ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഉപജീവന വഴികൾ എല്ലാവരും പ്രാർത്ഥിക്കണം. ചില രോഗാവസ്ഥയിലൂടെ ചിലർ കടന്നു പോകുന്നു. എല്ലാവരും കണ്ണുനീരോട് ദൈവസന്നിധിയിലെ പ്രാർത്ഥനയ്ക്ക് ഉപവാസം സമയത്ത് വേർതിരിക്കണം. നമ്മൾ ഈ ആഴ്ചയുടെ അവസാനം ബുധൻ, വ്യാഴം, വെള്ളി നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മൾ സൂമിലൂടെ തന്നെ ആയിരിക്കും ആ പ്രാർത്ഥനയും. എല്ലാവരും കഴിവുള്ള എല്ലാവരും 3 days, ഹാഫ് ഡേ നിങ്ങൾക്ക് ഉപവസിക്കാം, ഫുൾ ഡേ നിങ്ങൾക്ക് ഉപവസിക്കാം. ബുധൻ, വ്യാഴം, വെള്ളി മാസത്തിന്റെ അവസാനത്തെ അടുത്ത ആഴ്ചയിൽ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഉപവസിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും അതിൽ ആക്റ്റീവായിട്ട് പങ്കെടുക്കണം. നമ്മൾ സൂമിലൂടെ തന്നെ ആ പ്രാർത്ഥന നമ്മൾ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചല്ലോ നടത്തും. 1-2 കർത്താവിന്റെ ദാസന്മാർ, ഇന്ത്യയിൽ നിന്നുള്ള ദൈവദാസന്മാർ നമ്മോട് ആ സമയം സൂമിലൂടെ ദൈവത്തിന്റെ വചനം സംസാരിക്കുന്നുണ്ട്.
എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ഒരുക്കപ്പെടുവാനായിട്ട് ഞാൻ ദൈവനാമത്തിലെ ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെ അന്ത്യോക്യ സഭയിലേക്ക് അന്ത്യോക്യ സഭയിൽ ഒരു ഉപവാസം പ്രാർത്ഥന നടന്നുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഒരു ശബ്ദമുണ്ടായി. എന്താണ് ശബ്ദമുണ്ടാകുന്നത്? ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അപ്പം ഇവിടെ രണ്ടുപേർക്ക് മാത്രമാണ് പരിശുദ്ധാത്മാവിന്റെ ആ വിളി ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് സെലക്ട് ചെയ്യുന്ന രണ്ടുപേരെ മാത്രമാണ്. അപ്പോൾ ഒരു സംശയം നമുക്കുണ്ടാകാം, ഇത്രയും നാൾ ഒരു വേലയല്ലേ ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ? പക്ഷേ ദൈവത്തിന്റെ കോളിംഗ് വ്യത്യസ്തമാണ്. എന്നെ വിളിച്ചതുപോലെ അല്ല ശിബിച്ചാനെ ദൈവം വിളിച്ചിരിക്കുന്നത്. എന്നെ ഷായിച്ചാനെ വിളിച്ചിരിക്കുന്ന പോലെയല്ല അതേ സ്തോത്രം ഷിനുച്ചാനെ വിളിച്ചിരിക്കുന്നത്. ഭവിഷാനെ ഉള്ള ദൈവവിളി ആയിരിക്കത്തില്ല സൈച്ചാനുള്ളത്, അല്ലെ ഇവിടെയുള്ള അതേ ഇവിടെ സൂമിലായിരിക്കുന്ന അനുവാസിസ്റ്റൊരു വിളി ആയിരിക്കത്തില്ല ജോർബിനുള്ളത്. നമുക്ക് എല്ലാവർക്കും വ്യത്യസ്തമായ ദൈവവിളികളുണ്ട്. ദൈവവേല നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നുണ്ട്. ചിലരെ അപ്പോസ്തലന്മാരായി കണ്ടിട്ടുണ്ട്, ചിലരെ പ്രവാചകന്മാരായി ദൈവം കണ്ടിട്ടുണ്ട്, ചിലരെ ഇടയന്മാരായി ദൈവം കണ്ടിട്ടുണ്ട്, ചിലരെ ഉദാശകന്മാർ ടീച്ചേഴ്സായിട്ട് ദൈവം കണ്ടിട്ടുണ്ട്, ചിലരെ ഇവാഞ്ചലിസ്റ്റായിട്ട് ദൈവം കണ്ടിട്ടുണ്ട്. അപ്പം വിളി എല്ലാവർക്കും വിളിയുണ്ടെങ്കിലും എന്താണെന്ന് അറിയാമോ, ആ വിളിയിൽ വ്യത്യസ്തതയുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു അല്ലെ? നമുക്കറിയാം ഒരു വീട്ടിൽ തന്നെ പല പാത്രങ്ങളുണ്ട്. ആ പാത്രങ്ങൾ ഞാൻ പലപ്പോഴും ഇതൊക്കെ പറഞ്ഞൊരു ഉദാഹരണമാണ്. ആ പാത്രങ്ങൾക്ക് എല്ലാം നമ്മുടെ പാത്രങ്ങളാണെങ്കിൽ പോലും ആ പാത്രങ്ങൾക്ക് പ്രത്യേകം ഉപയോഗമാണുള്ളതല്ലേ? ഞാൻ അതാണ് ഉദാഹരണ സഹിതം വ്യക്തമാക്കിയത് അല്ലെ? ആ കുക്കർ നമുക്കുള്ളത് എല്ലാത്തിനും ഉപയോഗം അല്ലെ? പക്ഷേ നമ്മളാരും കുക്കറിൽ മീൻകറി വെക്കാറില്ല. മീൻകറി വെക്കുന്നത് എപ്പോഴും ചട്ടിക്കകത്താണ് അല്ലെ? കുറച്ചുകൂടെ ചട്ടിയേക്കാളും മീൻ ചട്ടിയേക്കാളും കാണാനായിട്ട് നല്ല ഭംഗിയുള്ളത് അല്ലേ? അവനെ കുക്കറിനെ കാണാൻ കുറച്ചുകൂടെ ഗ്ലാമർ, കുറച്ചുകൂടെ ബ്യൂട്ടി ഒക്കെ ആയിട്ടിരിക്കുന്നത് അല്ലെ? ഇവനെ കണ്ട കറുത്തിരിക്കുന്നു അല്ലെ? ഇവനൊരു വലിയ ഷേപ്പൊന്നുമില്ല, ഇങ്ങനെ വായ്ക്ക് ഇങ്ങനെ തുറന്നിരിക്കുന്നു ഈ ചട്ടി അല്ലെ? പക്ഷേ ഇത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മീൻകറി വെക്കാൻ പറ്റത്തുള്ളൂ അല്ലെ? മറ്റേ നല്ല ഭംഗിയൊക്കെയാണ്. മറ്റു പല കാര്യങ്ങളും ഇതിനകത്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. വേഗത്തിൽ വെന്തെടുക്കുവാനായിട്ട് സാധിക്കും. അതൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിലും ചട്ടിക്കൊരു ഉപയോഗം, കുക്കറിന് വേറൊരു ഉപയോഗം, പിന്നെ അതുപോലെ തന്നെ കപ്പ്, അത് മൊന്ത, അതുപോലെ തന്നെ പണ്ട് കൂജ. നിങ്ങൾക്ക് എല്ലാവർക്കും എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. കൂജയുണ്ട്, വീടിന്റെ വാതിക്കലൊക്കെ വെച്ചിരിക്കുന്ന ഒരു കൂജയുണ്ട് അല്ലെ? കൂജയുടെ അതിന്റെ താഴ്ഭാഗത്തിന് വളരെ വലിപ്പമുണ്ട്. പക്ഷെ അതിന്റെ കഴുത്ത് ഇങ്ങനെ വളരെ മെലിഞ്ഞാണ് ഇരിക്കുന്നത്. ആ കൂജയ്ക്കകത്ത് നിന്ന് വീടിന്റെ ഒക്കെ അന്ന് ഫ്രിഡ്ജൊന്നുമില്ല, പഴയ കാലത്ത് ഫ്രിഡ്ജൊക്കെ കുറവാണ്. കൂജയ്ക്കകത്ത് നിന്ന് വെള്ളം ഒഴിച്ചുകൂടി, നല്ല തണുപ്പാണ് വെള്ളം ഒഴി അല്ലെ? അതാ ഉപയോഗത്തിന് വേണ്ടി മാത്രമാണ്, വെള്ളം ഉപയോഗിക്കാൻ വേണ്ടി മാത്രമാണ്. അതിനകത്ത് അത് മണ്ണുകൊണ്ടുള്ളതാണ്, കളിമൺ കൊണ്ടുണ്ടാക്കിയതാണ്. പക്ഷേ ഒരിക്കലും അതിനകത്ത് മീൻകറി വെക്കാൻ അടുക്കളയിലേക്ക് അതിനെ എടുത്തുകൊണ്ട് പോകാറില്ല. അതിന്റെ സ്ഥാനം എന്നും മുൻപിലായിരിക്കും അല്ലെ? അതുകൊണ്ട് ചട്ടി കുശുമ്പ് പിടിച്ചിട്ട് കാര്യമില്ല. കാരണം ചട്ടി പറയാം, ഞാൻ ഇന്ന് വരെ സിറ്റ് ഔട്ട് കണ്ടിട്ടില്ല എന്ന് ചട്ടി പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ കൂജ ഇന്ന് വരെ ഒരു നല്ല മീൻ ഈ കൂജയ്ക്കകത്ത് വെച്ചിട്ടില്ല അല്ലെ? കൂജ പറയുക, നിന്നിൽ എത്രയോ വില കൂടിയ മീനാണ് ചട്ടി നിന്നിനകത്ത് വെച്ചിരിക്കുന്നത് അല്ലെ? അപ്പോൾ ചട്ടി പറയുകയാണ്, ചട്ടിക്ക് കുശുമ്പ് പറഞ്ഞിട്ട് ചട്ടി പറയുകയാണ്, ഈ കൂജ നീ എന്നും എത്രയോ പേരാ നിന്നെ കാണുന്നത്, എന്നെ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ പോലും ഞാൻ പുറത്താ അല്ലെ? ആ ചട്ടിക്കകത്ത് നിന്ന് നല്ല പാത്രത്തിലാണ് മീൻ എടുത്തുകൊണ്ട് പോകുന്നത് അല്ലെ? ആ ചട്ടിയായിട്ട് ആരും എന്ത് ചെയ്യത്തില്ല, ഡൈനിങ് ടേബിളിലോട്ട് പോകുന്നില്ല. ഞാൻ പറഞ്ഞതിന്റെ കാരണം ശുശ്രൂഷയിൽ നമ്മുടെ വിളിയിൽ വളരെ വ്യത്യസ്തതയുണ്ട്. അതിന് ഒരാൾ ഇന്ന കാര്യം ചെയ്യുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളാരും അല്ലെങ്കിൽ അന്യോന്യം എന്ത് ചെയ്യാൻ പാടില്ല, കുശുമ്പ് പിടിക്കാൻ, അസൂയ പിടിക്കാൻ പാടില്ല. വിളിയിൽ വ്യത്യസ്തതയുണ്ട്. സ്തോത്രം. അതോ നമ്മളെ കൊണ്ട് ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളെ കൊണ്ട് മാത്രമേ ദൈവം ചെയ്യിക്കത്തുള്ളൂ. ഹല്ലേലൂയ. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നു, നമ്മെ കൊണ്ട് കർത്താവ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ആരെങ്കിലും ഒക്കെ തടയാൻ ശ്രമിച്ചാൽ, അതേ സ്തോത്രം, ആർക്കും തടയാൻ സാധിക്കത്തില്ല. അത് എത്ര കാലമാണേലും എത്ര സമയം അതേ സ്തോത്രം മുൻപോട്ട് പോയെന്ന് പറഞ്ഞാലും ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളിലൂടെ തന്നെ എന്ത് ചെയ്യുന്നു, പുറത്തു വന്നുകൊണ്ടേയിരിക്കും. അതാണ് ദൈവവിളിയുടെ പ്രത്യേകത. അപ്പോൾ ഇവിടെ രണ്ടുപേരെ വിളിച്ച് ഇവിടെ എന്ത് ചെയ്യുന്നു, പാലസിൽ ജനിച്ചവരുണ്ട്. പാലസിൽ ജനിച്ചവനെ ദൈവവേലയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അപ്പോസ്തല ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം തെരഞ്ഞെടുക്കുന്നില്ല. ആ മനായൻ അവിടെ നിൽക്കുകയാണ്, അല്ലെങ്കിൽ ലുക്യോസ് അവിടെയുണ്ട്, അവിടെ നിൽക്കുകയാണ്. ആ നീഗർ അവിടെയുണ്ട്, നീഗർ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ തന്നെ അവിടെ രണ്ടുപേരെ, ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് വേണ്ടി അവരെ തെരഞ്ഞെടുക്കുന്ന കാണുന്നു. അങ്ങനെ പരിശുദ്ധാത്മാവ് അവരെ എന്ത് ചെയ്തു, വേർതിരിച്ചു. അങ്ങനെ അവർ ഉപവസിച്ചു. മൂന്നാമത്തെ വാക്യം, അങ്ങനെ അവർ ഉപവസിച്ച്
പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു. കണ്ടോ, അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ വ്യത്യസ്തമായ ഒരാൾക്ക്, ഞാൻ എന്താണ് പറഞ്ഞ, ഒരാൾക്ക് പായിടാനായിരിക്കാം, ഒരാൾക്ക് ആലയം തുറക്കാനായിരിക്കാം, ഒരാൾക്ക് പാട്ട് പാടാനായിരിക്കാം, ഒരാൾക്ക് പ്രസംഗിക്കാനായിരിക്കാം, ഒരാളെ നല്ല വാക്ക് പറഞ്ഞ് അഭിനന്ദിക്കാനായിരിക്കാം, ഒരാൾക്ക് സഹായം ചെയ്യാനുള്ള വരമായിരിക്കാം, ഒരാൾക്ക് രോഗശാന്തിയുടെ വരമായിരിക്കാം, ഒരാൾക്ക് പ്രവചന ശുശ്രൂഷയായിരിക്കാം, ഇങ്ങനെ എന്താണ് പരിജ്ഞാനത്തിന്റെ വരമായിരിക്കാം. ഇങ്ങനെ ഒരുപാട് ശുശ്രൂഷകൾ കോളിംഗ് നമ്മുടെ മേലുണ്ട്. നമ്മളത് തിരിച്ചറിയുക, പ്രാർത്ഥിക്കുക, ദൈവം അതിലേക്ക് നമ്മളെ നയിച്ചുകൊണ്ടേ അതേയിരിക്കും. ഒരാൾ ചെയ്യുന്ന കാര്യം കണ്ടുകൊണ്ട് നമ്മൾ അത് കയറി ചെയ്യാൻ കഴിഞ്ഞാൽ പരാജയപ്പെടും. എന്നാണെങ്കിലും നമ്മൾ ആരുടെ എന്ത് ചെയ്യുന്നത്, ഇമിറ്റേറ്റ് ചെയ്ത് ഫോളോ ചെയ്ത് നമ്മൾ കർത്താവിനെ അനുസരിച്ചുകൊണ്ട് കർത്താവിന്റെ വഴികൾ നമ്മൾ പാതപെടുത്ത് അതേ കാൽച്ചുവടുകളെ പിൻപറ്റുമ്പോൾ നമ്മളെ അതേ ദൈവം നമ്മുടെ വിളിച്ചിരിക്കുന്ന വിളിയിലേക്ക് നമ്മളെ എപ്പോഴും കർത്താവ് എത്തിച്ചുകൊണ്ടേയിരിക്കും. അതിനുവേണ്ടി എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കണം. കർത്താവ് എന്റെ കുടുംബത്തെ വിളിച്ചിരിക്കുന്ന വിളി എന്താണ്, അതിലേക്ക് എന്നെ കൊണ്ടുപോകണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. എല്ലാവർക്കും എല്ലാമായി തീരാൻ കഴിയത്തില്ല, പക്ഷേ ദൈവം വിളിച്ചിരിക്കുന്ന വിളിയിൽ അത് അവർക്ക് എത്തിച്ചേരുവാനായിട്ട് യാതൊരുവിധ തടസ്സവുമില്ല. അതിന് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതിനുവേണ്ടി ദൈവസഭ ഉണരട്ടെ എന്ന് ഞാൻ ഈ ക്ലാസ്സിലെ അതേ സ്തോത്രം ഒരു ദൂതായി ഒരു ആലോചനയായിട്ട് തന്നെ പറയുകയാണ്. അടുത്ത അന്ത്യോക്യയിലെ സഭയിൽ അവർ ഉപവസിച്ചു പ്രാർത്ഥിച്ച് അവരുടെ മേൽ എന്ത് ചെയ്തു, കൈവച്ചു അല്ലെ, അവിടെ മേൽ കൈവച്ചു. അപ്പൊ കൈവെക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചു അല്ലെ, ഇവിടെ മേൽ കൈവച്ചു എന്നൊക്കെയുള്ളതിനെ കുറിച്ച് നമ്മള് ചിന്തിച്ചതാണ്. അപ്പോൾ പ്രാർത്ഥിച്ച് ദൈവദാസന്മാർ, ദൈവമക്കൾ അല്ലെങ്കിൽ അഭിഷിക്തരായവർ കൈവെക്കുന്നു. എന്തിനു വേണ്ടിയാണ്? ദൈവത്താൽ ഇവരെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ ഇവർ ദൈവത്തിന് വേണ്ടി ഉള്ളതാണെന്നുള്ളതിനുള്ള ആ ഒരു സമർപ്പണമാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ശൗലിനും ബർന്നബാസിനെയും എന്ത് ചെയ്തു, കൈവച്ചു, ഉപവസിച്ചു പ്രാർത്ഥിച്ചു അവരുടെ മേൽ കൈവച്ചു അവരെ എന്ത് ചെയ്തു, പറഞ്ഞയക്കുക. അപ്പം രണ്ടുപേരെ മിഷണറി വേലയ്ക്കായിട്ട് പറഞ്ഞയക്കുക. കാരണം പൗലോസ് അല്ലെങ്കിൽ ബർന്നബാസ് ഇവർ രണ്ടുപേരും അന്ത്യോക്യ സഭയുടെ ഒരു പ്രവർത്തനത്തിന് വേണ്ടി, അതിനെ വളർത്താൻ വേണ്ടി, അതിന്റെ ആത്മീയമായ ഭൗതികമായ ഉയർച്ചകൾക്ക് വേണ്ടിയൊക്കെ അഹോരാത്രം പണിയെടുത്തവരാണ്. പക്ഷെ അവരുടെ സമയം തീർന്നു. ദൈവാത്മാവ് പറഞ്ഞു, ഇവർ ഇവിടെ തന്നെ നിൽക്കേണ്ടവരല്ല, ഇവർക്ക് എങ്ങോട്ട് പോകണം, ഇവർക്ക് ഇനിയും ശുശ്രൂഷയുണ്ട്, പേഴ്സണൽ ശുശ്രൂഷയാണ് ദൈവം അവർക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് അവരെ എന്ത് ചെയ്തു, ദൈവാത്മാവ് അവരെ വേർതിരിക്കുന്നു. അവരെങ്ങനെ മിഷൻ യാത്രയ്ക്കായിട്ട് അവർ ഒരുങ്ങുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. AD 48 തൊട്ട് 49 വരെയുള്ള സമയങ്ങളിൽ ആണ് ഒന്നാമത്തെ മിഷണറി യാത്ര എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി അതിന്റെ 5-ാമത്തെ വാക്യം തൊട്ടൊന്ന് വായിച്ചു. അവിടെ നിന്ന് കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി സലമീസിൽ ചെന്ന് യഹൂദന്മാരുടെ പള്ളിയിൽ ദൈവവചനം അറിയിച്ചു. യോഹന്നാൻ അവർക്ക് ഭൃത്യനായിട്ട് ഉണ്ടായിരുന്നു. അവർ ദ്വീപിൽ കൂടി പാഫോസ് വരെ ചെന്നപ്പോൾ ബർയേശു എന്ന പേരുള്ള യഹൂദനായി കള്ളപ്രവാചകനായ ഒരു വിദ്വാനെ കണ്ടു. അപ്പൊ അവിടെ ചെന്നപ്പോൾ പാമ്പോസിൽ ചെന്നപ്പോൾ അവിടെ ഒരു മിഷൻ യാത്രയെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ എന്ത് ചെയ്യുന്നു, ഫാംബോസ്, സലമീസ്, ഇക്കോന്യ, ലോസ്ത്ര, ദർബ ഇങ്ങനെയുള്ള പല ഇടങ്ങളിലൂടെയാണ് യാത്ര ചെയ്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് അതേ സാധിക്കുന്നുണ്ട്. ഇവിടങ്ങളിലൂടെ എല്ലാം എന്ത് ചെയ്തു, കർത്താവിന്റെ വചനം പറഞ്ഞു. ഫാംബോസ്, ഫാംപുല്യ, സൈപ്രസ് ദ്വീപ്, ഇവിടെയെല്ലാം പൗലോസും ബർന്നബാസും കൂടി കർത്താവിന്റെ വചനം അറിയിക്കുവാനായിട്ടിടയായി തീർന്നു. അപ്പോൾ അവിടെ കണ്ട ഒരു കള്ളപ്രവാചകനാണ് അവിടെ വെച്ച് കണ്ടുമുട്ടിയ ഒരു വ്യക്തിയാണ്. ദ്വീപിൽ പാമ്പോസിൽ ചെന്നപ്പോൾ അവിടെ വെച്ച് കണ്ടുവെച്ച ഒരു കള്ളപ്രവാചകനായ ഒരു വിദ്വാനെ കണ്ടു. ഏത് വിദ്വാനാണ്? ബർയേശു. മറന്നുപോലെ കേട്ടോ. അവർ പാമ്പോസിൽ വെച്ച് കണ്ട കള്ളപ്രവാചകൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ കള്ളപ്രവാചകൻ എന്ന് പറഞ്ഞാൽ. Now, when they had gone to the island to Paphos, they found a certain Socrates, a false prophet, a Jew whose name was Bar-Jesus. ബറേഷു. ബറേഷു എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് യേശുവിന്റെ മകൻ എന്നാ. പക്ഷേ പ്രവൃത്തി വളരെ എന്താണ്, നേരെ ഓപ്പോസിറ്റ് ആണ്. ബറേഷു എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് യേശു എന്ന പദം പലർക്കും ഉണ്ടായിരുന്നു. അവരെല്ലാവരും കോമൺ ആയിട്ടുള്ള ഒരു നെയിം ആയിരുന്നു യേശു എന്നുള്ളത്. അവരുടെ മറ്റു പലതിനെയും കൂടെ യേശു, ബറേഷു, സർവേഷു ഇങ്ങനെയൊക്കെ പറഞ്ഞ ഓരോ ഇത് നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോ ഇത് അവര് എല്ലാവർക്കും കോമൺ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഇതാണ്. അപ്പം യേശു എന്ന ഇതിലേക്ക് വന്ന യോശുവ എന്ന ആ വേർഡിൽ നിന്നാണ്
യേശു എന്ന പദത്തിലേക്ക് പരിണമിക്കുവാനിടയായിത്തീരുന്നത്. ജ്യൂസിലെ പലർക്കും യേശു എന്ന പേര് ചിലര് അവരുടെ ഒരു എന്താണ് ഫാമിലി നെയിമിനോട് കൂടെ തന്നെ യേശു എന്ന് അവർ ചേർത്തിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ബറേശു എന്ന് പറയുന്ന ഒരു കള്ളപ്രവാചകനെയാണ് നമുക്ക് പരിചയപ്പെടുവാൻ കഴിയുന്നത്. അവൻ 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. അപ്പോസ്തലൻ വെച്ച് കണ്ടാൽ അവൻ ബുദ്ധിമാനായ സെർഗിയോസ് പൗലോസ് എന്ന ദേശാധിപതിയോട് കൂടെയായിരുന്നു. അവൻ ബർന്നബാസിനെയും ശൗലിനെയും വരുത്തി ദൈവവചനം കേൾപ്പാൻ ആഗ്രഹിച്ചു. അപ്പൊ അവിടുത്തെ ഗവർണർ ആയിരുന്നു കേട്ടോ. അവിടുത്തെ ഗവർണർ ആരായിരുന്നു? സെർഗിയോസ് പൗലോസ് എന്ന് പറയുന്ന ആളാണ് കേട്ടോ. സെർഗിയോസ് പൗലോസ്. അപ്പം പൗലോസ് എന്ന വേർഡും അവിടുത്തെ ഒരു കോമൺ നെയിമാണ്. നമ്മളെ ഇവിടുത്തെ പോലെ തന്നെ അല്ലേ, മത്തായി, ചാക്കോച്ചൻ, അവറാച്ചൻ, പാപ്പച്ചൻ എന്നൊക്കെ പറയുന്ന പോലെ അല്ലെ, അങ്ങനത്തെ ഒരു കോമൺ നെയിമാണ് അവിടുത്തെ ഇത് പൗലോസ്. അപ്പോൾ സെർഗിയോസ് പൗലോസ് എന്ന അവിടുത്തെ ഗവർണറാണ്. അവിടുത്തെ ഫാംബോസ് അല്ലെങ്കിൽ അവിടുത്തെ ഗവർണറുടെ ഒരു എന്താണ് ആ ദേശാധിപതിയുടെ ഒരു കൈസഹായി ആയിട്ട് നിൽക്കുന്ന, തനിക്ക് ചില കാര്യങ്ങളൊക്കെ ആലോചനകളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു കള്ളപ്രവാചകനാണ്, ഒരു വിദ്വാനായിരുന്നു ബറേഷ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. അവിടെ നമുക്ക് അതിന്റെ 6-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചാട്ടെ മോളെ. അവർ ദ്വീപിൽ കൂടി പാഫോസ് വരെ ചെന്നപ്പോൾ ബർയേശു എന്ന പേരുള്ള യഹൂദനായി കള്ളപ്രവാചകനായ ഒരു വിദ്വാനെ കണ്ടു. അപ്പൊ അവന്റെ പേര് മുമ്പേ പറഞ്ഞതുപോലെ എന്താണ്? യേശുവിന്റെ മകൻ അല്ലെങ്കിൽ യേശുവിന്റെ പൈതൽ എന്നൊക്കെയുള്ള മീനിങ് അവര്. പക്ഷെ അവന്റെ സ്വഭാവവും പ്രവൃത്തിയും എന്താണ്? അതിന് വിരോധമായിട്ടാണ് അല്ലെ. ഇപ്പൊ പേര് പലർക്കും പല പേരുകളുണ്ട്. ആ പേരനുസരിച്ചുള്ള ആ യോഗ്യത പലപ്പോഴും കാണാൻ സാധിക്കുന്നില്ല. നമ്മളെ ദൈവം വിളിച്ചിരിക്കും ദൈവത്തിന്റെ മകളാക്കി ദൈവം തീർത്തിരിക്കുക, ദൈവമക്കൾ എന്നാ പറയുന്നത് അല്ലെ. നമ്മളെല്ലാരും ചോദിക്കുന്നല്ലേ ദൈവമക്കളാണോ? അല്ലെ, അവര് ദൈവമക്കളാ അല്ലെ. പിന്നെ കുറച്ചുകൂടെ കൂടി നമ്മൾ പറയും വിശ്വാസികളാ. കേട്ടിട്ടുണ്ടോ വിശ്വാസികൾ എന്നല്ലേ? ഞങ്ങളൊക്കെ ഒന്നും കേട്ടിട്ടില്ല അല്ലെ. വിശ്വാസികളാ പറഞ്ഞിട്ടുണ്ട്. വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്തോത്രം. അവര് എന്താണ്? ഒരു പ്രമാണത്തിൽ, ജീവന്റെ പ്രമാണത്തിൽ വിശ്വസിക്കുന്ന, അവരുടെ എന്താണ് സ്തോത്രം, വീണ്ടെടുപ്പുകാരനായ, അവൻ അനുരക്ഷകനായ യേശുവിൽ എന്താണ് ആശ്രയിക്കുന്ന, യേശുവിൽ നിന്ന് മാത്രം ശ്വാസത്തെ എടുക്കുന്ന, യഥാർത്ഥമായ ഡെഫിനിഷൻ യേശുവിൽ നിന്നും വീണ്ടെടുപ്പുകാരിൽ നിന്നും ശ്വാസത്തെ എടുക്കുന്ന വ്യക്തികളെയാണ് വിശ്വാസികൾ എന്നും അതേ പറയും. അതാണ്. പക്ഷേ നമുക്കിതിന്റെ ഒന്നും മീനിങ്, നമ്മളെല്ലാവരും വിശ്വാസികൾ എന്നാ പറയുന്നത് അല്ലേ. പക്ഷെ പലപ്പോഴും റണ്ണിങ് ഔട്ട് ആയിരുന്നു. ഇന്നത്തെ ഹെഡിങ് ഒന്നും കേട്ടില്ല, ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു. മൊബൈൽ മാറി. ഒന്നാം മിഷണറി ആണല്ലേ ഹെഡിങ്. അതെ, നമ്മള് പറഞ്ഞ് നിർത്തിയത് അപ്പോൾ ബറേഷു എന്ന ആ കള്ളപ്രവാചകൻ, അദ്ദേഹം കൂടെ നിന്നിരുന്നത് സെർഗിയോസ് പൗലോസ് എന്ന ദേശാധിപതിയോടുകൂടി, അവിടുത്തെ ഗവർണറാണ് കേട്ടോ. അവിടുത്തെ ഒരു സബ് പോയിന്റ് ആയിട്ട് നിങ്ങൾ എഴുതിയാൽ മതി. ബറേഷു, അതോടൊപ്പം തന്നെ ഈ സെർഗിയോസ് പൗലോസ് അവിടുത്തെ ഗവർണറാണ്, ആ ദ്വീപിന്റെ ഗവർണറാണ്. എന്നുവെച്ചാൽ അവിടുത്തെ അതിന്റെ മൊത്തം ഉത്തരവാദിത്തമുള്ളവരാണ്. ഗവർണർ എഴുതുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് പെട്ടെന്ന് മനസ്സിലാവും. ഗവർണർ ദേശാധിപതി എന്ന് എഴുതിയാലും മതി. പെട്ടെന്ന് ദേശാധിപതി എന്നൊക്കെ പറഞ്ഞാൽ നമുക്കത് ചിലർക്ക് പിടുത്തം കിട്ടത്തില്ല. അങ്ങനെ തനിക്ക് സഹായിയായി നിന്നിരുന്ന ബറേഷ്. അപ്പോൾ സെർഗിയോസ് പൗലോസ്, ഈ ഗവർണർ പൗലോസിനെ വിളിച്ച് ദൈവവചനം കേൾക്കാനായിട്ട് ആഗ്രഹിച്ചു. ദൈവവചനം കേൾക്കാൻ ആഗ്രഹിച്ചപ്പോൾ 8-ാമത്തെ വാക്യം വായിച്ചേ. ആരെങ്കിലും വായിച്ചു? എന്നാൽ എലീമാസ് എന്ന വിദ്വാൻ, ഇതാകുന്നു അവന്റെ പേരിന്റെ അർത്ഥം, അവരുടെ എതിർത്ത് നിന്ന് ദേശാധിപതിയുടെ വിശ്വാസം തടുത്തു കളയുവാൻ ശ്രമിച്ചു. അപ്പോ ഈ സെർഗിയോസ് പൗലോസ് ഇവരെ വിളിച്ച്, ദൈവദാസന്മാരെ വിളിച്ച് വചനം കേൾക്കാൻ ആഗ്രഹിച്ചപ്പോൾ ഒരു കാര്യം ഉണ്ടായി. അവിടെ എലിമാസ് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. എല്ലാം വിദ്വാന്മാരാ. അവരെന്ത് ചെയ്തു? അവരോട് എതിർത്തു നിന്നിട്ട് ദേശാധിപതിയുടെ വിശ്വാസത്തെ തടുത്തു കളഞ്ഞു. അപ്പോൾ ദേശാധിപതി എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചപ്പോൾ അവിടെ അവർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റം ഉണ്ടാവണമെന്ന് ദേശാധിപതി ആഗ്രഹിച്ച് വചനമൊക്കെ കേൾക്കാൻ ആഗ്രഹത്തോടെ നിന്നപ്പോൾ എലീമസ് എന്ത് ചെയ്തു? അതിനെ എതിർത്തു. അപ്പൊ എതിർത്തു നിന്നു. അപ്പൊ അതൊന്ന് എലീമസ് എന്ന് പറഞ്ഞാല് അവിടുത്തെ തന്റെ
കൊട്ടാരത്തിൽ അല്ലെങ്കിൽ തന്റെ ഓഫീസിൽ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്ന ഒരു ആളായിരുന്നു എലീമസ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. അപ്പോൾ പൗലോസ് എന്ന പേരുള്ള ശൗൽ പരിശുദ്ധാത്മപൂർണനായി അവനെ ഉറ്റുനോക്കി, സകല കപടവും സകല ദൂർത്തും നിറഞ്ഞവരെ, പിശാചിന്റെ മകനെ, സർവ്വനീതിയുടെയും ശത്രുവേ, കർത്താവിന്റെ നേർവഴികളെ മറിച്ചു കളയുന്നത് നീ മതിയാക്കുകയില്ലയോ? കണ്ടോ? അപ്പൊ ഇവൻ ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്ന് അറിയാം. അവനൊരു മന്ത്രവാദിയായിരുന്നു കേട്ടോ. അപ്പൊ എലീമാസ് ഒരു മന്ത്രവാദിയായിരുന്നു. അവന് ഈ പൗലോസിനെ വിളിച്ച് ഇവിടുത്തെ ഗവർണർ വചനം കേൾക്കാൻ ഒരുങ്ങിയപ്പോൾ അതിനെ എതിർത്തു വന്നു. ഇതൊന്നും വേണ്ട, ഇതൊക്കെ കള്ളന്മാരാണ്, ഇവരെയൊക്കെ വചനം ഒന്നും കേൾക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു, ഒരുപാട് മന്ത്രവാദമൊക്കെ ചെയ്ത് ഇദ്ദേഹത്തെ ഇങ്ങനെ ഒരു വല്ലാത്ത പരുവത്തിൽ കൊണ്ട് എത്തിച്ചു നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ അതിലൂടെ ലഭിക്കുന്ന പല കാര്യങ്ങളും അനുഭവിച്ച് മുൻപോട്ട് പോകുന്ന എലീമസ്, അതോടൊപ്പം തന്നെ ബെറേഷു, ഇങ്ങനെയുള്ള ഒത്തിരി കള്ളപ്രവാചകന്മാരും മന്ത്രവാദികളും അവിടെ എന്ത് ചെയ്യുന്നു, ഈ ഗവർണറെ അല്ലെങ്കിൽ അതിന്റെ ഉന്നത തലങ്ങളിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരെ ആശ്രയിച്ച് ജീവിച്ച ഒരുപാട് പേരുണ്ടായിരുന്നു. ഒരു മന്ത്രവാദം കൊണ്ട് അവരെ അത് തടുത്തു നിർത്തുമായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. മാത്രമല്ല അവർക്ക് വളരെ വിശ്വസ്തയോടെ അവർക്ക് ഭരിക്കുവാൻ അല്ലെങ്കിൽ ഭരണം നടത്തുവാനായിട്ട് ഇവർ അനുവദിച്ചിരുന്നില്ല. ഇവരുടെ അഭിപ്രായങ്ങൾക്കായിരുന്നു കൂടുതൽ പ്രാധാന്യം. ഇവര് പറയുന്നതായിരുന്നു അവർ കേട്ടുകൊണ്ടിരുന്നത്. കാരണം ഇവര് ഭയപ്പെടുത്തിയിരുന്നു, മന്ത്രവാദം കൊണ്ട് ഭയപ്പെടുത്തിയിരിക്കുന്നു. അതിലൊരു വ്യക്തിയാണ് എലീമാസ് എന്ന മന്ത്രവാദി എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ അവർ മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് വേഗത്തിൽ അവിടെ അവന് അപ്പോൾ പറഞ്ഞു, നീ എന്ത് ചെയ്യുന്നു, സൂര്യനെ കാണാതെ കുരുടനായിരിക്കും എന്ന് പറഞ്ഞു. ഒരു തിമിരം അവനെ മേൽ വ്യാപിച്ചു. അവൻ തപ്പി നടന്നു. 12-ാമത്തെ വാക്യം. കണ്ടോ ഈ ഒരു അവസ്ഥ. അപ്പൊ പൗലോസ് അവനെ ശാസിച്ചു പറഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്തു, ഒരു തിമിരം അവനെ വന്ന് ബാധിച്ചു. അങ്ങനെ അവൻ കണ്ണു കാണാതെ ഇരുന്നപ്പോൾ ഇത് കണ്ടിട്ട് ദേശാധിപതി കർത്താവിൽ വിശ്വസിച്ച് കർത്താവിന്റെ വചനങ്ങളെ ഉൾക്കൊള്ളുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ആരാണ് ആ കർത്താവിന്റെ വചനം ഉൾക്കൊണ്ട ഗവർണർ? സെർഗ്യോസ് പൗലോസ് എന്ന് പറയുന്ന അതേ വ്യക്തി. ഇവിടെ അതിന്റെ 11 മുതലുള്ള വാക്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ തന്നെ കർത്താവിന്റെ കൈ ഇവന്റെ മേൽ വീഴും. ഇങ്ങനെ കണ്ണു കാണാതെ 3 ദിവസം ഇരുന്ന ഒരു വ്യക്തിയെ കുറിച്ച് നമ്മൾ പഠിച്ചായിരുന്നു. ആരാണ്? പൗലോസ് കേട്ടോ. 3 ദിവസം ഇരുന്ന് നമ്മൾ വായിക്കും. ഇനി അടുത്തതായിട്ട് പൗലോസ് പിസിദ്ധിയിലെ അന്ത്യോക്യ അടുത്ത മെയിൻ ഹെഡിങ് ആണ്. പിസിദ്ധിയിലെ അന്ത്യോക്യ, മറ്റേ പോകുന്ന അന്ത്യോക്യ അല്ല, ഇത് മറ്റൊരു പിസിദ്ധിയിലുള്ള ഒരു അന്ത്യോക്യ എന്നുള്ള സ്ഥലപ്പേരാണ് കേട്ടോ. സെയിം നെയിം വരുന്നതേ ഉള്ളൂ. പിസിദ്ധിയിലെ അന്ത്യോക്യ, പിസിദ്ധിയ ദേശത്തിലെ പിസിദ്ധിയിലെ അന്ത്യോക്യ. അവിടെ സിനഗോഗിലെ പൗലോസിന് പ്രസംഗിക്കാൻ ഒരു അവസരം കിട്ടി. സിനഗോഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അവിടുത്തെ പള്ളിയിലെ പൗലോസിന് പ്രസംഗിക്കാനായിട്ട് ഒരു അവസരം ലഭിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവരുടെ കൂട്ടത്തിൽ ഒരു സഹായി ഉണ്ടായിരുന്നു. ആരായിരുന്നു ഒരു സഹായി? നമുക്ക് 5-ാമത്തെ വാക്യത്തിൽ വായിച്ചേ, നിങ്ങൾക്ക് അതുകൂടെ ഒന്ന് കാണാൻ സാധിക്കും. യോഹന്നാൻ അദ്ദേഹത്തിന്റെ പേര് മർക്കോസ് മറുപേരുള്ള യോഹന്നാൻ കേട്ടോ. യോഹന്നാൻ അവർക്ക് എന്തായിരുന്നു? ഭൃത്യനാണ്. യോഹന്നാൻ എന്ന് പറയുന്ന വ്യക്തി അവർക്ക് ഭൃത്യനായിട്ട് അത് ഉണ്ടായിരുന്നു. അവരെ ഒന്ന് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി, അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ അവരുടെ ആവശ്യങ്ങളിലൊക്കെ ഒന്ന് കൂടെ നിന്ന് അവരെ എല്ലാം സഹായിക്കാൻ വേണ്ടിയായിരുന്നു ഈ മർക്കോസ്. ഇടയ്ക്ക് വെച്ച് എന്ത് ചെയ്യുന്നറിയാമോ? 13-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. പൗലോസും കൂടെയുള്ളവരും Now when Paul and his party set sail from Paphos, they came to Perga in Pamphylia, and John departing from them returned to Jerusalem. 13 എന്ന് വായിച്ചേ, 13 വായിച്ചേ മലയാളത്തില്. പൗലോസും കൂടെയുള്ളവരും പാഫോസിൽ നിന്ന് കപ്പൽ നീക്കി പംഫുല്യ ദേശത്തിലെ പെർഗയ്ക്ക് ചെന്നു. അവിടെ വെച്ച് യോഹന്നാൻ അവരെ വിട്ടുപിരിഞ്ഞ് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയി. അപ്പൊ ഇവിടെ യോഹന്നാൻ എന്ത് ചെയ്തെന്നറിയാമോ? അവരെ എന്ത് ചെയ്തു? അസിസ്റ്റന്റ് വിട്ടുപിരിഞ്ഞു. അസിസ്റ്റന്റ് നമുക്ക് പിന്നെ എന്ത് ചെയ്യുന്നു? അവിടെ കൂട്ടത്തിലുള്ള പ്രവർത്തനമൊക്കെ തനിക്ക് താൻ ഓർത്തിരുന്ന ഒരുപക്ഷെ ചരിത്രകാരന്മാർ പറയുന്ന കേട്ടോ, ഇവിടെ എഴുതിയിട്ടില്ല. പുള്ളി ഓർത്തിരുന്നത് വളരെ സുഖമാണ്, ഇവരുടെ കൂടെ അസിസ്റ്റന്റ് ആയിട്ട് പോകാം, ഒത്തിരി യാത്രകളൊക്കെ ചെയ്യാന്ന് വിചാരിച്ചാൽ പോലെ. പക്ഷേ ഇവരുടെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഒക്കെ കണ്ടു. അതോടൊപ്പം തന്നെ യൗവനക്കാരനായിരുന്ന ഈ യോഹന്നാനെ എന്ത് ചെയ്തു? പൗലോസ് പലപ്പോഴും ശാസിച്ചിരുന്നു. അതൊന്നും തനിക്ക് ഉൾക്കൊള്ളാൻ എന്ത് ചെയ്തില്ല? സാധിച്ചില്ല.
ബർന്നബാസിന്റെ ബന്ധു കൂടിയാണ്, കസിൻ കൂടിയാണ് ഈ യോഹന്നാൻ എന്ന് പറയുന്ന വ്യക്തി. അപ്പൊ ഇതെല്ലാം കൂടെ വന്നിട്ട് പുള്ളി ഓർത്തിരുന്നു ഇത് ഏറ്റവും, അപ്പോൾ ചിലപ്പോൾ ഭക്ഷണമുണ്ട്, ചിലപ്പോൾ ഭക്ഷണമില്ല, ചിലപ്പോൾ തണുപ്പ്, ചിലപ്പോൾ എന്താണ് കാറ്റ്, ഇതെല്ലാം സഹിച്ചുകൊണ്ടാണ് ഇവർ ഈ മിഷൻ ഫീൽഡിലേക്ക് കടന്നു പോകുവാനിടയായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് എന്ത് ചെയ്തു, പുള്ളി പറഞ്ഞു എനിക്ക് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ വിളിയുടെ ശ്രേഷ്ഠതയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിളിയുള്ള വ്യക്തികൾ ഏത് പ്രതികൂലങ്ങളെയും തരണം ചെയ്തുകൊണ്ട് അവരവരുടെ ലക്ഷ്യത്തിലേക്ക് അവർ മുൻപോട്ട് പൊക്കിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. അവർക്ക് കാറ്റോ ശീതമോ അല്ലെങ്കിൽ ഉഷ്ണമോ അല്ലെങ്കിൽ സാമ്പത്തികമോ അവർക്ക് സാഹചര്യങ്ങളോ ഒന്നും പ്രശ്നമല്ല. അവരുടെ വിളിയുടെ ആത്യന്തികമായ ലക്ഷ്യത്തിലേക്ക് അവർ എപ്പോഴും ആത്മാവിൽ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. അപ്പം ഇദ്ദേഹം ഓർത്തിരുന്ന ചെറുപ്പക്കാരനല്ലേ, ഇദ്ദേഹം ഓർത്തിരുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല, ഇവരോട് നടന്നാൽ കാര്യങ്ങളൊക്കെ നടക്കും, വളരെ സന്തോഷമാണ്, കുറച്ച് കപ്പൽ യാത്രയൊക്കെ ചെയ്യാം, പിന്നെ പല ദ്വീപുകളൊക്കെ സെലൂക്കിയായും അല്ലെങ്കിൽ സൈപ്രസും പാമ്പോസും ഒക്കെ ഒന്ന് ചുറ്റിയടിച്ച് നടക്കാം എന്ന് വിചാരിച്ചുള്ള ആ ഒരു ആശയത്തോടെ വന്നു. അത് പാതി വഴിയിൽ വെച്ച് അത് തിരിച്ച് യെരുശലേമിലേക്ക് പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവര് വേർപിരിഞ്ഞ് പുള്ളി പോയത് ബർന്നബാസിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം പൗലോസ്, ഇവിടെ പറയുന്ന പൗലോസ് എപ്പോഴും തന്നെ ആ ഒരു ആത്മപക്വതയിലേക്ക് വരാത്തത് കൊണ്ട് ശാസിക്കുമായിരുന്നു. ശാസിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് ഇവരുടെ ഒരു യാത്രയിൽ അത്ര വലിയ സന്തോഷം ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് ബർന്നബാസുമായിട്ട് ശൗല് ഒരു വാഗ്വാദമൊക്കെ ഉണ്ടാകുന്നുണ്ട്. നമുക്ക് 15-ാം അധ്യായത്തിന്റെ 36-ാമത്തെ വാക്യം അത് വായിച്ച ആ ഭാഗം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഭാഗം പറഞ്ഞുകൊണ്ട് മാത്രമാണ് കേട്ടോ, അത് വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമല്ല എങ്കിലും. മർക്കോസ് എന്ന യോഹന്നാനെയും കൂട്ടിക്കൊണ്ടു പോകുവാൻ ബർന്നബാസ് പൗലോസോ പൗലോസിൽ നിന്ന് തങ്ങളെ വിട്ട് പ്രവൃത്തിക്ക് വരാതെ പോയവനെ കൂട്ടിക്കൊണ്ടു പോകുന്നത് യോഗ്യമല്ല എന്ന് നിരൂപിച്ചു. അങ്ങനെ അവർ തമ്മിൽ ഉഗ്രവാദം ഉണ്ടായിട്ട് പൗലോസും ബർന്നബാസും തമ്മിൽ എന്തുണ്ടായി? ഉഗ്രവാദം ഉണ്ടായി കേട്ടോ. മുട്ടനൊരു വഴക്ക് എന്ന് ഞാനങ്ങ് പറയുന്നതേ ഉള്ളൂ, നിങ്ങൾ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട കേട്ടോ. അങ്ങനെ ഒരു വാദം, അങ്ങോട്ടും ഇങ്ങോട്ടും വലിയൊരു വാദം ഉണ്ടായി ഈ ബർന്നബാസും. കാരണം ബർന്നബാസിന് ഇദ്ദേഹത്തെ എങ്ങനെയെങ്കിലും കൂടെ കൊണ്ടുപോകണം. പൗലോസ് പറഞ്ഞു മിഷൻ വർക്കിൽ ഇടയ്ക്ക് വെച്ച് എന്താണ് ഇത് ഇട്ടേച്ച് തിരിച്ചു പോയവനെ ഒന്നും ഇനിയും തിരിച്ചു എന്ത് ചെയ്യണ്ട, കൊണ്ടുവരണ്ട, ഇനിയും അവനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് പൗലോസ് ഉറച്ച നിലപാടെടുക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. അതുമൂലം ബർന്നബാസും ശൗലും തമ്മിൽ ആ വിഷയത്തിൽ ഒരു വാദമുണ്ടായി. ഉഗ്രവാദം തന്നെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. 36-ൽ അതേ ഉണ്ടാകുവാനിടയായി തീർന്നു. അങ്ങനെ ഈ മർക്കോസ്, ഞാൻ ഇത് പറയാൻ ഉദ്ദേശിച്ചതിന്റെ ഒറ്റ ആശയമാണ്, വിളി എല്ലാവർക്കും ഉണ്ട്, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ. പക്ഷേ ദൈവം ചിലരെ പ്രത്യേകമായ വിളിയാൽ ദൈവം വിളിച്ചു വേർതിരിച്ചിട്ടുണ്ട്. മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ ആ ശുശ്രൂഷയ്ക്കുള്ളവർ അല്ലാതെ ഇത് കണ്ടും കേട്ടും ഇതിന്റെ കൂടെ യാത്ര ചെയ്യാൻ നമ്മൾ ഒരുങ്ങിയാൽ നമ്മൾ പരാജയപ്പെടും, നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, നമ്മൾ പുറകോട്ട് പോകേണ്ടതായിട്ട് വരും. നമുക്കറിയാം പലരും നമ്മുടെ കേരളത്തിൽ നിന്ന് നോർത്ത് ഇന്ത്യയുടെ സുവിശേഷ വിളിക്ക് വേണ്ടി പോയിട്ടുണ്ട്. എല്ലാവരും നോർത്ത് ഇന്ത്യയിൽ പോകുന്നതുകൊണ്ട് ചിലർക്ക് ഓർക്കുന്നത് നോർത്ത് ഇന്ത്യയിൽ പോയേക്കാം എന്ന് വിചാരിച്ചു പോയ പല സുഹൃത്തുക്കളെ എനിക്കറിയാം. അവര് പല സമയത്തായിട്ട് അവർ തിരികെ പോകുന്ന നാട്ടിലേക്ക് പോകുന്നു, പരാജയപ്പെട്ടു പോകുന്നുണ്ട്. അവർക്ക് സാഹചര്യങ്ങൾ ഒക്കെ വലിയ കുഴപ്പമൊന്നുമില്ല, വീട്ടിലൊന്നും കുഴപ്പമില്ല. പക്ഷേ അവർക്ക് ആ വേലയിൽ മുൻപോട്ട് പോകാൻ അവർക്ക് എന്ത് ചെയ്യുന്നില്ല, സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? കാരണം എല്ലാവരും ചെയ്യുന്നത് കണ്ട് എനിക്കും നോർത്ത് ഇന്ത്യയിലേക്കുള്ളൊരു വിളിയാണെന്ന് വിചാരിച്ചാണ് പലപ്പോഴും നോർത്ത് ഇന്ത്യയിലേക്ക് ഇറങ്ങി അതേ പുറപ്പെടാനായിട്ടിടയായി. പക്ഷെ കർത്താവ് നമ്മളെ ആ ഒരു വേലയ്ക്ക് വിളിച്ചിട്ടില്ലെങ്കിൽ, നോർത്ത് ഇന്ത്യയുടെ അതേ മണ്ണിൽ സുവിശേഷനായിട്ട് ദൈവം നമ്മളെ കണ്ടിട്ടില്ല എങ്കിൽ നമ്മൾ ഒരിക്കലും അവിടെ ശോഭിക്കത്തില്ല. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, പലപ്പോഴും തിരികെ പരാജയപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം മറ്റൊരാള് ചെയ്യുന്നത് കണ്ടെന്ത് ചെയ്താലും നമ്മുടെ വിളി എന്താണോ അത് മനസ്സിലാക്കി വിളിയിൽ ഉറച്ചു നിന്നുകൊണ്ട് വിളിയിൽ എന്ത് ചെയ്യണം, അതേ വിളിയുടെ ആ ലക്ഷ്യത്തിലേക്ക് പോകാൻ കർത്താവ് എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അത് ആവശ്യമുണ്ട്. എന്നാൽ വളരെ പാവപ്പെട്ടവരായ അല്ലെങ്കിൽ വളരെ യാതൊരു നിത്യവൃത്തിക്ക് പോലും ബുദ്ധിമുട്ടുന്ന അനേകരെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറഞ്ഞാണ്, ഞാൻ അങ്കമാലിയിലെ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ എന്റെ ഒരു സുഹൃത്ത് തന്നെ ഒരാൾ എന്നെ വന്ന് വിളിക്കുക. വളരെ നന്നേ ഞാൻ ശുശ്രൂഷ കഴിഞ്ഞിട്ട് രാത്രിയിലെ ശുശ്രൂഷ കഴിഞ്ഞ് വെളുപ്പിനത്തെ ട്രെയിനിന് പോരാൻ, അവിടെ കിടന്നിട്ട് വെളുപ്പിനത്തെ ട്രെയിനിന് പോരാൻ വേണ്ടി ഞാനിങ്ങനെ അങ്കമാലി സ്റ്റാൻഡിലെ നിൽക്കുമ്പോ, ആ സ്റ്റേഷനിൽ ഇങ്ങനെ നിൽക്കുമ്പോ നെറ്റിന്റെ ഒരു ചെറിയ പ്രോബ്ലം വരുവാണ്, കണക്റ്റിംഗ് ആണ്. അവിടെ നിന്ന് ഞാനിങ്ങനെ അവിടെ ഒരു ബെഞ്ചിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ
ഒരാൾ വന്ന് എന്റെ തോളിൽ തട്ടി എന്നെ വിളിക്കാനായിട്ട് ഇടയായിട്ട്. വളരെ ഇരുട്ടുള്ള ഒരു സമയമാണ്, വെളുപ്പിനെ സമയമാണ്, ഇരുട്ടൊക്കെയാണ്. ആരുടെ മുഖം തിരിച്ചറിയാൻ കഴിയുന്നില്ല, അവിടെ ചെറിയൊരു വെട്ടമേ ഉള്ളൂ. ഞാനിങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ആണ്. അദ്ദേഹം ഇങ്ങനെ നോർത്ത് ഇന്ത്യയിലെ കർത്താവിന്റെ വേല ചെയ്യുന്ന ഒരു ദൈവദാസനാണ്. അദ്ദേഹത്തിന്റെ വളരെ വളരെ എന്താണ് ഒരു ദരിദ്ര കുടുംബത്തിൽപ്പെട്ട ഒരു അംഗമാണ്. ഞാൻ അദ്ദേഹത്തെ എന്താ ഈ നോർത്ത് ഇന്ത്യക്ക് പോകാൻ, എന്റെ മേലുള്ള ദൈവത്തിന്റെ വിളി അതാണ്, അതുകൊണ്ട് അതിലേക്ക് ഞാൻ അതേ കാൽച്ചുവടുകളെ വെച്ചു. ഇപ്പോൾ വളരെ അനുഗ്രഹമായിരിക്കുന്നു. സാഹചര്യങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി ദുഃഖം തോന്നി. കാരണം ജാർഖണ്ഡിൽ അതിന്റെ ഉൾപ്രദേശങ്ങളിലാണ്. ഏതാണ്ട് 60 കിലോമീറ്റർ കാളവണ്ടി പോലുള്ള ഒരു വണ്ടിയിൽ വന്നെങ്കിൽ മാത്രമേ ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റുള്ളൂ. കാറോ മറ്റ് സാഹചര്യങ്ങളോ ഒന്നുമില്ല. കാളവണ്ടി പോലെ എന്തോ ആ വണ്ടിയുടെ പേര് പറഞ്ഞു, എനിക്കത് ഓർമ്മയില്ല. ആ ഒരു സാധനത്തില് വന്നാലേ മാത്രം, അത് എത്ര നേരം കൊണ്ടാണ് വരുന്നത്, 60 കിലോമീറ്റർ താണ്ടണമെങ്കിൽ തന്റെ കുഞ്ഞിന് പനിയായിട്ടിരുന്നു. പനി വന്ന് ദേഹത്തെല്ലാം ഇങ്ങനെ വസൂരി പോലെ പൊങ്ങി ഒരു സമയത്ത്. അപ്പോൾ ഈ ദൂരം താണ്ടിയാൽ ഈ കുട്ടി മരിച്ചു പോകും, ഉറപ്പാണ്. അങ്ങനെ ആ കുട്ടിയെ തന്റെ ആ ചെറിയ കുടിലിനകത്ത് കിടത്തി താൻ കരങ്ങൾ ഉയർത്തി ദൈവത്തോട് താനും തന്റെ ഭാര്യയും പ്രാർത്ഥിക്കുവാനായിട്ട് അതേ തുടങ്ങി. എന്താണേലും മെഡിസിൻ ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. ആശുപത്രി കൊണ്ടുവരുന്നതിന് മുൻപ് ഈ കുട്ടി മരിച്ചു. കാരണം ഇത്രയും ദൂരം ചെല്ലണം. രാത്രി സമയം താൻ മുട്ടുകുത്തി ദൈവസ്ഥാനിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചപ്പോൾ ഏതാണ്ട് ചില മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ ആ കുട്ടിക്ക് പരിപൂർണ സൗഖ്യം കർത്താവ് നൽകുന്നത് അതെനിക്ക് കാണാൻ കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ആ കുട്ടി എഴുന്നേറ്റു. അങ്ങനെ ആ രോഗം വന്ന പലരും ആ ഗ്രാമത്തിൽ മരിച്ചു. അങ്ങനെ മരിച്ചു എന്നാ പറയുന്നത്. അപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? ആ സ്തോത്രം തന്റെ ദൈവദാസന്റെ ആ കുഞ്ഞിനെ സൗഖ്യമാക്കാനായിട്ട് ഇടയായി. അപ്പൊ ഞാൻ ഇത്രയും ത്യാഗങ്ങൾ സഹിച്ചു. എന്തുകൊണ്ടാ? അദ്ദേഹം പറഞ്ഞൊരു കാര്യം, എന്റെ മേൽ ദൈവം തന്നിരിക്കുന്ന വിളി അതാ. ആ വിളിക്കനുസരിച്ച് ഞാൻ നിൽക്കുമ്പോൾ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ദൈവം എന്നെ ഉപയോഗിക്കുവാനായിട്ട് ഇടയായി തീരത്തുള്ളൂ. അങ്ങനെ നമ്മൾ അവിടെ ഒരുപാട് പേര് കർത്താവിനെ അറിഞ്ഞു. ഏതാണ്ട് 100 കണക്കിന് പേരുള്ള ഒരു സഭയുടെ ദൈവദാസനാ. വളരെ പാവപ്പെട്ടവര്, വളരെ ഗോത്രവർഗക്കാരായിട്ടുള്ളവര്. അപ്പോൾ ഇവരെ എല്ലാവരെയും കൂട്ടി മറ്റ് ടെലികമ്മ്യൂണിക്കേഷൻസ് ഇല്ല, മറ്റ് നമ്മുടെ നെറ്റോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തി. അപ്പോൾ ഇന്നത്തെ ഒരു കാലത്തിൽ അത്രയും കുഗ്രാമത്തിൽ പോയി സുവിശേഷ വേല ചെയ്യാൻ തക്കവണ്ണമുള്ള ഒരു സമർപ്പണം ഇവിടുന്ന് ലഭിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലാക്കി. ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ചു. എന്റെ ട്രെയിൻ കോട്ടയത്തിന് വരാനുള്ള എന്റെ ട്രെയിനിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളെ കാണാനായിട്ട് തലേ രാത്രിയിൽ വന്നതാണ്. അദ്ദേഹം തിരിച്ച് അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് ട്രെയിൻ കാത്തു നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുവാനായിട്ട് ഇടയായി തീർന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിന്റെ വിളി നമ്മുടെ മേൽ വന്നു വീണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കാര്യവും ചെയ്യുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ആ വിളിയെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുവാനായിട്ട് അത് ഇടയാകണം. അല്ലാതെ ഒരു വ്യക്തി ചെയ്യുന്നത് കണ്ടുകൊണ്ട് നമ്മൾ ചെയ്താൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നു? അതേ പരാജയപ്പെടും. എന്നാൽ ഒരാൾ ഒരു വിദേശ രാജ്യത്ത് പോയി സുവിശേഷ വേല ചെയ്യുന്നു. എന്നാൽ എനിക്കും വിദേശ രാജ്യത്ത് പോയി ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ അത് കണ്ടുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ടാൽ ഒരിക്കലും നമുക്ക് സാധിക്കത്തില്ല. ദൈവം എവിടെയാണോ നമ്മളെ ആക്കുന്നത് അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അത് ആഫ്രിക്കയിലാണെങ്കിലും യൂറോപ്പിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും നോർത്ത് ഇന്ത്യയിലാണെങ്കിലും എവിടെയാണെങ്കിലും കർത്താവിന്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി നമ്മൾ പ്രയോജനപ്പെടുവാനായിട്ട് നമ്മൾ പ്രാർത്ഥനയോടുകൂടി ആയിരുന്നാൽ അവിടെയും കർത്താവ് നമ്മളെ ഉപയോഗിക്കും എന്നുള്ളതിന് രണ്ടു പക്ഷമില്ല. ഞാൻ പറഞ്ഞല്ലോ, അനേകം നോർത്ത് ഇന്ത്യക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിട്ട് പരാജിതരായി തീർന്നു. അതുപോലെ തന്നെയാണ് ഞാൻ പരിചയപ്പെട്ട ഒരു മനുഷ്യനാണ് ബെന്നി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. ഞാൻ ഇതിന്റെ കൂടെ ഈ അനുഭവങ്ങളോട് പറയാൻ നിങ്ങളുടെ ഒരു ഉറപ്പിന് വരും. ബെന്നി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം ഇവിടുത്തെ തൃശ്ശൂരിലെ മാർക്കറ്റിലെ ചുമട്ട് തൊഴിലാളിയാണ്. ലോറിയിൽ നിന്നും സാധനം വരുന്നത് എടുത്ത് മാർക്കറ്റിൽ കൊണ്ട് വെക്കുന്ന ഒരു ചുമട്ട് തൊഴിലാളിയാണ്. അദ്ദേഹം രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. അപ്പോഴും ചുമട്ട് തൊഴിലാളി എന്ന ആ ചുമട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ദൈവം ഒരു ആലോചന കൊടുത്തു കർത്താവിന്റെ വേല ചെയ്യുവാനായിട്ട് വേണ്ടി. അപ്പോൾ കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തൊരു കാര്യം ഇവിടെയാണ്, ബ്രസീലിനപ്പുറമുള്ള ഒരു സ്ഥലം, ഞാൻ ആ സ്ഥലത്തിന്റെ പേര് മറന്നു. ബ്രസീലിനോട് അടുത്തൊരു സ്ഥലമാണ്. അദ്ദേഹം ആ സ്ഥലം വെച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എല്ലാവരോടും ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു ഇത് ഇന്ന സ്ഥലത്താണെന്ന് കണ്ടുപിടിച്ചു കൊടുത്തു. അദ്ദേഹത്തിന് വിദ്യാഭ്യാസം കുറവാണ്, എഴുത്തും വായനയൊക്കെ വളരെ അറിവ് കുറവാണ്. അങ്ങനെ പക്ഷെ അവിടെയോട്ട് പോകാൻ പരിശുദ്ധാത്മാവ് തന്നോട് പറഞ്ഞു, നീ അവിടെ എന്റെ വേല ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ സ്തോത്രം. അവിടേക്ക് പോകാൻ വേണ്ടി ദൈവസ്ഥലിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. താൻ അവിടേക്ക് എന്ത് ചെയ്തു? മറ്റു പലരെയും ബന്ധപ്പെട്ട് ആ സ്ഥലത്ത് ചെന്നപ്പോൾ കണ്ടത് തന്നോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, അങ്ങനെ HIV പോസിറ്റീവായി ഒരുപാട് പേര് ഉണ്ട്. അവിടെ ഒരു വലിയ
ഈ ഹോസ്പിറ്റൽ, നമ്മളിപ്പോൾ കോവിഡിന്റെ ഒക്കെ ഹോസ്പിറ്റലൊക്കെ ഇട്ടിരിക്കുന്ന പോലെ വലിയൊരു ഹോസ്പിറ്റൽ പോലെ ഇങ്ങനെ ഒരെണ്ണം പണിതിട്ടേക്കുക, ടെന്റ് പോലെ. അതിനകത്ത് മുഴുവനും ഈ രോഗികളെ നിറച്ചിട്ടിരിക്കുക. അത് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിദാരുണമായ രംഗങ്ങളാണ് അവിടെ കാണാൻ സാധിക്കുന്നു പറഞ്ഞു. മനുഷ്യക്കോലങ്ങൾ, മനുഷ്യരൂപങ്ങളെ അല്ലാത്ത വിധത്തിൽ ആയിരിക്കുന്നു. അപ്പോൾ പരിശുദ്ധമോ തന്നെ പറഞ്ഞു, എനിക്ക് ഇവരിൽ ചിലരെ നേടാനായിട്ട് നിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നു. മുഴുവൻ കറുത്തിരിക്കുന്ന കുറച്ച് ഈ നിഗ്രോസ് ആയിരിക്കുന്ന കുറച്ച് പേരാണ് അത്. അപ്പോൾ വെള്ളക്കാരായിട്ട് ഉള്ളവരൊന്നുമില്ല. അങ്ങനെയുള്ളവരെ ഇങ്ങനെ കൊണ്ട് പാർപ്പിച്ചിരിക്കുക. അപ്പൊ അതിന്റെ നടുവിൽ താൻ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, എനിക്ക് ഇതിനകത്ത് കുറച്ച് പേരെ നേടാനുണ്ടെന്ന് പറഞ്ഞു. കർത്താവിനോട് പുള്ളി ചോദിച്ചു, ഇതിനാണോ എന്നെ ഇവിടം വരെ കൊണ്ടുവന്നെന്ന് ചോദിച്ചു. ഞാൻ തൃശ്ശൂർ മാർക്കറ്റിലെ ചുമടെടുത്ത് നല്ല സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. എനിക്ക് ഇവരെ ശുശ്രൂഷിക്കാൻ അറിയത്തില്ല, നോക്കാൻ അറിയത്തില്ല. ഈ ഒരു രോഗാവസ്ഥ ഇതിനകത്ത് കർത്താവ് എന്നെ പറഞ്ഞു. കർത്താവ് ആത്മാവ് വെളിപ്പെടുത്തി കൊടുത്തു, നിന്റെ മേലുള്ള വിളി, നിന്നെ ഞാൻ വിളിച്ചിരിക്കുന്നത് ഇതിനു വേണ്ടിയാണ് നിന്നെ ഞാൻ വിളിച്ചിരിക്കുന്നത്. നോക്കിയേ, അവിടെ വന്നു, അവിടെ അനേകരെ ശുശ്രൂഷിച്ചു. ആരും അങ്ങോട്ട് പോകത്തില്ല. അപ്പം അവർക്ക് വല്ലപ്പോഴും ഒരു ആഹാരം കൊടുക്കും, ആരെങ്കിലുമൊക്കെ അവിടെ ചെല്ലും. അല്ലാതെ മനുഷ്യനാരും അവരെ തിരിഞ്ഞു നോക്കത്തില്ല. എന്തൊരു സാധനത്തെ തള്ളി ഫുഡ് അങ്ങോട്ട് കൊണ്ട് വേണേ തന്നെ എടുത്തോണം കഴിച്ചോണം, അങ്ങനെയാണ്. അതും വല്ലപ്പോഴേ കൊടുക്കത്തുള്ളൂ. ഈ പുള്ളി അവിടെ ചെന്നപ്പം അതിന്റെ ഒരു ചുമതല ഇങ്ങനെ ഒരാളെ കിട്ടിയപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി. അവർ പറഞ്ഞു, നീ ഇവിടുത്തെ സൂപ്പർവൈസർ ആയിക്കോളാൻ പറഞ്ഞു. പുള്ളി അവിടുത്തെ അതിന്റെ ചുമതലക്കാരനാക്കി മാറ്റി. അങ്ങനെ പുള്ളി അവിടുത്തെ ഫുഡ് കൊടുക്കുകയും സുവിശേഷം പറയുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ അവിടെ കിടന്ന അനേക രോഗികൾ എന്ത് ചെയ്തു, മരണത്തിന് മുന്നമേ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുവാനായിട്ടിടയായി തീർന്നു. സ്തോത്രം. നൂറുകണക്കിന് പേര് യേശുവിനെ സ്വന്തം രക്ഷകനായിട്ട് അംഗീകരിച്ചിട്ടാണ് അവർ ഈ ലോകത്തോട് യാത്ര പറഞ്ഞത്. അങ്ങനെ ആയിരുന്നപ്പോൾ അവിടെ എന്ത് ചെയ്തു, സുവിശേഷീകരണം നടത്തുന്നു എന്നറിഞ്ഞ് അവിടെ ഒരു പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ട്. അനേകർ യേശുവിനെ അറിയുന്നു. ഒരു ഉണർവിലേക്ക്, ഒരു മലയാളിയാണ് കേട്ടോ, ഞാൻ പറഞ്ഞ മലയാളിയുടെ കാര്യം, ബെന്നി എന്ന് പറയുന്ന ഒരു സഭ. അദ്ദേഹം അവിടെ പോയി സുവിശേഷം വലിയ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതറിഞ്ഞപ്പോൾ അവരവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി തന്നെ വളരെ നിലയിൽ തനിക്ക് എതിരെ ചില പ്രതിസന്ധികളൊക്കെ നേരിട്ടപ്പോൾ താൻ ദൈവസ്ഥനിൽ പ്രാർത്ഥിക്കാൻ അതേ തുടങ്ങി. പിന്നെ അവിടെ നിൽക്കാൻ മേലാത്തൊരു സാഹചര്യങ്ങൾ വന്നു. അന്ന് അടുത്ത ഒരു പട്ടണത്തിലേക്ക് താൻ അവിടുന്ന് മാറി. അപ്പൊ അവിടുന്ന് തന്നെ മാറ്റണമെന്ന് പറഞ്ഞു. അവിടുന്ന് മാറ്റി വേറൊരു പട്ടണത്തിലേക്ക് താൻ പോയി തൊട്ടടുത്ത് സുവിശേഷ വേല ചെയ്തുകൊണ്ടേ അതേയിരുന്നു. ആ സുവിശേഷ വേല ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സുവിശേഷ വിരോധികൾ അർദ്ധരാത്രിയിൽ താൻ താമസിച്ചിരുന്ന ആ ടെന്റ് വളഞ്ഞ് തന്നെ വെടിവെച്ചു കൊണ്ടു. അങ്ങനെ രക്തസാക്ഷിയായിട്ട് ബെന്നി തീർന്നു. മലയാളിയാണ്. പത്രത്തിൽ വന്ന മനോരമയിൽ വന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഇത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയത്തില്ല, ചില വർഷങ്ങൾക്ക് പുറകിൽ അദ്ദേഹം എനിക്ക് വളരെ ദുഃഖമായി മാറി അദ്ദേഹത്തിന്റെ മരണം. അദ്ദേഹത്തിന് പക്ഷേ അവിടുത്തെ ചർച്ച് അതിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അവിടുത്തെ പെന്തക്കോസ്റ്റൽ ചർച്ചസിന്റെ വലിയൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. അവിടുത്തെ ഇംഗ്ലീഷുകാരൊക്കെ അറിഞ്ഞുകൊണ്ട് മരിച്ചു കഴിഞ്ഞിട്ട് അറിയുന്നത്. അങ്ങനെ തന്നെ തനിക്ക് വലിയൊരു ഹോം ഗോയിങ് സർവീസ് ഒക്കെ അവർ കൊടുക്കുന്നത് കണ്ടു. അങ്ങനെ ബോഡി നാട്ടിൽ കൊണ്ടുവന്നു. അപ്പം അദ്ദേഹത്തിന്റെ സാക്ഷ്യം അദ്ദേഹം എപ്പോഴും ആർക്ക് കൊടുത്തൊരു ഇന്റർവ്യൂല് അദ്ദേഹം പറഞ്ഞ സാക്ഷ്യമാണ് ഞാൻ എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം. അദ്ദേഹം പറഞ്ഞു, മറ്റാരും ഇവരെ തേടി എത്താനായിട്ടില്ല, ഇവരെ തേടി ഞാൻ മാത്രമേ വരാനായിട്ടുള്ളൂ എന്നു. അതിനായിരിക്കാം ഞാൻ എന്റെ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചത്. എന്റെ വിളി അതാണ്. അതുകൊണ്ട് ആ വിളിയെ പൂർണ്ണമായിട്ടും അനുസരിച്ച് ആ വിളി ഏറ്റെടുത്ത് അവിടെ പോയി അദ്ദേഹം സുവിശേഷ വേല ചെയ്തു. വിദ്യാഭ്യാസമില്ല, അത് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നു. ഇംഗ്ലീഷിലാണ് ഇന്റർവ്യൂ ഒക്കെ നടത്തുന്നത്. ഇംഗ്ലീഷ് കർത്താവ് പഠിപ്പിച്ചു കൊടുത്തു. നമുക്ക് ചുമട്ടുതൊഴിലാളികളെ ഒരാൾക്ക് എഴുതാനോ വായിക്കാനൊക്കെ വളരെ നമുക്കറിയാമല്ലോ, ആ ഒരു എഡ്യൂക്കേഷൻ ഉള്ളൂ. പക്ഷേ അദ്ദേഹം നന്നായിട്ട് ഇംഗ്ലീഷിൽ ഇന്റർവ്യൂ ഒക്കെ അവർ നടത്തി. അങ്ങനെ അവരോടൊക്കെ സംസാരിക്കാൻ തക്കവണ്ണം, ഇവരോടൊക്കെ പറയാൻ തക്കവണ്ണം ഇംഗ്ലീഷിൽ നിന്ന് ആണ് താൻ സംസാരിച്ചത്. അങ്ങനെ അവസാനം തന്റെ ചെറിയ പ്രായത്തിൽ തന്നെ ഏതാണ്ട് 42-ാമത്തെ വയസ്സിൽ താനെ രക്തസാക്ഷിയായിട്ട് തീർന്നു. സുവിശേഷ വിരോധികൾ തന്നെ കൊന്നുകളഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറഞ്ഞതിന്റെ കാരണം ബെന്നി എന്ന ദൈവദാസന്റെ മേലുള്ള വിളി അതായിരുന്നു, അല്ലെ? അപ്പോൾ ഓരോരുത്തർക്കും ദൈവം കൊടുത്തിരിക്കുന്ന വിളി അനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ. ആരുടെയും കോപ്പിയായി നമ്മൾ തീരരുത് എന്നുള്ള കാര്യം. അതുകൊണ്ട് മർക്കോസ് എന്ത് ചെയ്യുന്നു, യോഹന്നാൻ അവിടുന്ന് പിരിഞ്ഞു പോകുന്നു. അടുത്തതിലേക്ക് ഞാൻ വരികയാണ്. ഇത്രയും ഒരു ടെസ്റ്റ് മണി നിങ്ങളോട് പറഞ്ഞത്, നമ്മളെപ്പോഴും നമ്മുടെ വിളിക്ക് നമ്മൾ പ്രാധാന്യം കൊടുത്ത് നിൽക്കുന്നവരായി അത് തീരേണ്ടത് ആവശ്യമായിരിക്കുന്നു. അടുത്തത് പൗലോസ് അവിടെ പള്ളി പ്രസംഗിക്കുന്ന ഒരു പ്രസംഗമാണ് നമുക്കിവിടെ കാണുന്നത് കേട്ടോ. 43 വരെയുള്ള വാക്യങ്ങളിൽ കേട്ടോ. അത് പഴയ നിയമത്തിലെ കാര്യങ്ങളൊക്കെ കോട്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരു ഭാവമാണ്. അടുത്തതായിട്ട് അവസാനമായിട്ട് പൗലോസ് ജാതികളോട് സംസാരിക്കുന്നു. പൗലോസ് ജാതികളോട് സംസാരിക്കുന്നു. മെയിൻ ഒരു ഹെഡിങ് ആയിട്ട് കേട്ടോ, മെയിൻ ഒരു ഹെഡിങ് ആയിട്ട്
44 വാക്യം ഒന്ന് വായിച്ചിട്ട്. മറ്റേത് പൗലോസിന്റെ പ്രസംഗമാണ് കേട്ടോ. അത് നിങ്ങൾ വായിച്ചാൽ മതി. പഴയ നിയമവും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവങ്ങളെല്ലാം കൂടെ കൂട്ടി അവരോട് പ്രസംഗിക്കുന്ന, അതിനകത്ത് നമുക്ക് കൂടുതലായിട്ട് ചിന്തിക്കാനായിട്ട് ഒന്നുമില്ല. 44 വാക്യം. പട്ടണം മുഴുവനും ദൈവവചനം കേൾപ്പാൻ വന്നുകൂടി. കണ്ടോ, അവിടെ ഉണർവുണ്ടാകുകയാണ്. അവിടെ പട്ടണം മുഴുവനും ദൈവത്തിന്റെ വചനം കേൾപ്പാനായിട്ട് വന്നുകൂടി. അടുത്ത വാക്യം വായിച്ചു. യഹൂദന്മാരും പുരുഷാരത്തെ കണ്ട് അസൂയ നിറഞ്ഞവരായി ദുഷിച്ചുകൊണ്ട് പൗലോസ് സംസാരിച്ചതിന് എതിർ പറഞ്ഞു. അപ്പോൾ പൗലോസും ബർണ്ണബാസും ധൈര്യം പൂണ്ടു, ദൈവവചനം ആദ്യം നിങ്ങളോട് പറയുന്നത് ആവശ്യമായിരുന്നു, എന്നാൽ നിങ്ങൾ അതിനെ തള്ളി നിങ്ങളെ നിത്യജീവന് അയോഗ്യരെന്ന് വിധിച്ചു കളയുന്നതിനാൽ ഇതാ ഞങ്ങൾ ജാതികളിലേക്ക് തിരിച്ചിരുന്നു. On the next Sabbath, almost the whole city came together to hear the word of God. But when the Jews saw the multitudes, they were filled with envy. അസൂയ നിറഞ്ഞവരായിട്ട് അവർ തീർന്നു. പൗലോസിന്റെ ഒക്കെ പ്രസംഗം കേട്ടപ്പോൾ പട്ടണം മൊത്തം വന്നപ്പോൾ അവർക്ക് ഭയങ്കര അസൂയ ഉണ്ടായി. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം എവിടെ പ്രഘോഷിക്കപ്പെടുന്നു അവിടെ എന്തുണ്ടാവും? അവിടെ അസൂയ മൂത്ത് ഒരുപാട് പേര് എഴുന്നേൽക്കും. പക്ഷേ പൗലോസും ബർന്നബാസും ചെയ്ത് എന്താണ് ചോദിച്ചാൽ അവര് ധൈര്യം പൂണ്ടു കേട്ടോ. അവർ ദൈവവചനം പ്രസംഗിക്കാനായിട്ട് അവർ ധൈര്യത്തോടുകൂടെ കർത്താവിന്റെ വചനം അതേ പറയാനായിട്ട് ഇടയായിട്ടുണ്ട്. കർത്താവിന്റെ വചനം പറഞ്ഞപ്പോൾ 48 വാക്യം അവര് കേട്ട് സന്തോഷം. 48 വായിച്ചു സാറാ. Now when the Gentiles heard this, they were glad and glorified the word of the Lord, and as many as been appointed to eternal life believed. നിത്യജീവനായിട്ട് നിയമിക്കപ്പെട്ടവർ എല്ലാവരും അത് വിശ്വസിച്ചു. കർത്താവിന്റെ വചനം ആ നാട്ടിൽ എല്ലായിടത്തും എന്ത് ചെയ്തു? പരന്നു. പിന്നെ കണ്ടോ, യഹൂദന്മാരും ഭക്തിയുള്ള മാന്യ സ്ത്രീകളെ ഒക്കെ കൂട്ടി അവരെ ഇളക്കി ബർന്നബാസിനെ ഉപദ്രവമുണ്ടാക്കി അവരെ അവിടുന്ന് പുറത്താക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയപ്പോൾ അവർ അവരുടെ കാലിലെ പൊടി തട്ടിയിട്ട് എങ്ങോട്ട് പോയെന്നറിയാമോ? ഇക്കോന്യയിലേക്ക് പോയി. അവിടെ ആരെയാണ് നമ്മള്? ശിഷ്യന്മാർ സന്തോഷവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായി തീർന്നു. അപ്പൊ പ്രശ്നം വരുമ്പോൾ നമ്മള് സ്റ്റെഫാനോസിനെ പോലെ കണ്ടത് എങ്ങനെയാണ്? സ്റ്റെഫാനോസിനെ കണ്ടത് അവൻ ആത്മാവിൽ നിറഞ്ഞെന്ന് നമുക്ക് വായിക്കുന്നു അല്ലെ? കൃപ നിറഞ്ഞു എന്നതുപോലെ തന്നെ ഇവിടെ ശിഷ്യന്മാരും എന്ത് നിറഞ്ഞു? ആത്മാവിൽ നിറഞ്ഞവരായിട്ട് സന്തോഷത്തോടെ. എങ്ങനെയാ പോയത്? കേട്ടോ, സന്തോഷവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായിട്ട് തീർന്നു. നമുക്ക് പ്രിയപ്പെട്ടവരെ അസൂയ പൂണ്ട് അവരെ ഓടിച്ചവിടെ വിടുമ്പോഴും അവർ സന്തോഷവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായി അല്ലെ? നമ്മൾ എങ്ങനെയായിരിക്കും പോകുന്നത്? കരഞ്ഞ് അല്ലെ, സങ്കടപ്പെട്ട്, നീ ഒന്നും ഒരിക്കലും ശരിയാകത്തില്ലെന്ന് പറഞ്ഞ് അല്ലെ, നിന്റെ മേൽ ദൈവത്തിന്റെ സന്ദർശനം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആയിരിക്കും അവിടുന്ന് ഓടുക. പക്ഷേ ഇവര് പോയത് എങ്ങനെയാ? സന്തോഷിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായിട്ടാണ് അവർ അടുത്തടുത്തോട്ട് പോകുന്നത്. കാരണം സുശാല വല്ല ഭംഗിയായി തീരണമെങ്കിൽ എങ്ങനെയാണ്? നമുക്ക് ഉപദ്രവങ്ങൾ ഉണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടാവും, പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളെപ്പോഴും എങ്ങനെയായിരിക്കണം? സന്തോഷവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായിട്ട് വേണം നമ്മുടെ യാത്ര മുൻപോട്ട് അത് ചെയ്യുവാനായിട്ട് കേട്ടോ. അപ്പോൾ അവർ അടുത്ത ഇക്കോന്യയിലേക്ക് പോയി. അടുത്ത നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ലുസ്ത്ര, ഇക്കോന്യ, ദർബ അങ്ങനെ സ്ഥലങ്ങളിലേക്കെല്ലാം അവർ വ്യാപിച്ച് സുവിശേഷ ഫല ചെയ്തതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? അവരിൽ അകത്തുള്ള സന്തോഷവും പരിശുദ്ധാത്മാവുള്ള നിറവുമായി. പ്രതികൂലം വരുമ്പോൾ സന്തോഷിക്കുന്ന ആരാ ഉള്ളത്? നമുക്ക് അപ്പോസ്തലന്മാരെ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ അല്ലെ? നമ്മൾ ഓരോരുത്തരും നമ്മുടെ വിളിയുടെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് പ്രശ്നം വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ ആത്മാവിൽ സന്തോഷിക്കുന്നവരായി നമുക്ക് തീരുവാനായിട്ട് അതിന് സാധിക്കണം. അങ്ങനെ ഇക്കോന്യയിലേക്കുള്ള യാത്ര വരെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇക്കോന്യ വരെയിലേക്ക് അതേ പോവുകയാണ്. അപ്പോൾ വേഗത്തിൽ നമുക്ക് ആ ഭാഗങ്ങൾ ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യാം. ഒന്നാം മിഷറിയാത്ത്, അതിനകത്ത് അന്ത്യോക്യ സഭയിലെ ഈ ക്രിസ്തീയ സഭ എന്ന് പറയാം പ്രജാതികളിൽ നിന്നും വേർപെട്ട് വന്നവരുടെ ആദ്യ സഭ അന്ത്യോക്യ സഭ കേട്ടോ. അന്ത്യോക്യ സഭ എന്ന് പറയുന്നത് പുറം ജാതികളിൽ നിന്നും വേർപെട്ട് വന്നവരുടെ ആദ്യ സഭ ആണ് അന്ത്യോക്യ സഭ. അതെപ്പോഴും ഓർത്തോണം. പിന്നെ ഒരു ഹോംവർക്ക് കൂടെ ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ഈ അധ്യായത്തില് കുറച്ച് കൊട്ടേഷൻ ഉണ്ട്. പഴയ നിയമത്തിലെ ചില വചനങ്ങളുടെ കൊട്ടേഷൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതിലൊരു ഉദാഹരണം ഞാൻ പറയാം, ബാക്കി നിങ്ങൾ കണ്ടുപിടിക്കണേ. 34 വാക്യം, ഇനിയും ദ്രവത്വത്തിലേക്ക് തിരിയാതെ വണ്ണം ദൈവനെ മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചതിനെ കുറിച്ച് അവൻ ദാവീദിന്റെ സ്ഥിരമായുള്ള വിശുദ്ധ കൃപകളെ ഞാൻ നിങ്ങൾക്ക് നൽകും എന്ന് പറഞ്ഞിരിക്കുന്നു. മറ്റൊരു സങ്കീർത്തനത്തിലും അപ്പൊ ഇതുപോലെ എടുത്തു പറഞ്ഞിരിക്കുന്നത് കേട്ടോ. മറ്റൊരു സങ്കീർത്തനം, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുമ്പോൾ നീ വിട്ടുകൊടുക്കുകയില്ല. അപ്പൊ ഇങ്ങനെ പല ഭാഗങ്ങളിൽ നിന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഏതൊക്കെയാണ് നിങ്ങളൊന്ന് നോട്ട് ചെയ്തുകൊണ്ട് വന്നാൽ മതി. എവിടുന്നാന്ന് ഏതൊക്കെ അതിന്റെ എന്തോ മോളെ 34 അല്ല, അതിന്റെ റെഫറൻസ് ആണോ കണ്ടുപിടിച്ചേ?
അതിന്റെ റെഫറൻസ് അതെ അതെ കിട്ടുവാണെങ്കിൽ കേട്ടോ, ഞാൻ കഷ്ടപ്പെടുത്തുന്നില്ല. ആരണ്ട് പറഞ്ഞു പാസ്റ്റ് ഇരിക്കാൻ ഞങ്ങൾക്ക് നേരം തരുന്നില്ലെന്ന് പറഞ്ഞു. ലോക്ക്ഡൌൺ ആയാലും അതുകൊണ്ട് ഞാൻ ഒത്തിരി കഷ്ടപ്പെടുന്നില്ല. ഈ എഴുതിയിരിക്കുന്ന ഭാഗമൊക്കെ നോട്ട് ചെയ്യുക. അല്ലാത്തവര് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നവര് ഏത് സങ്കീർത്തനത്തിൽ ഏത് ഭാഗത്താ, ഇപ്പം 141 അല്ലെങ്കിൽ 130 27 ഇത് പറഞ്ഞിരിക്കുന്നത്, അതും കൂടെ ഒന്ന് എഴുതി വെച്ചുകൊണ്ട് പോരുക കേട്ടോ. അതുകൂടെ നമുക്ക് അതൊരു പെട്ടെന്ന് മനസ്സിലാക്കുവാനാണ് ഒരു ഹോംവർക്കാണ് അത്. 48 നമ്മുടെ കീവേഡ് കേട്ടോ. ഇന്നത്തെ മെറി വേഴ്സ് 48. ദൈവത്തെ മഹത്വപ്പെടുത്തി, സന്തോഷിച്ചു, ദൈവജനത്തെ മഹത്വപ്പെടുത്തി, നിത്യജീവനായി ജീവിക്കട്ടെ എല്ലാവരും വിശ്വസിച്ചു. വളരെ ചെറിയൊരു വാക്യമാണ്. പിന്നെ അന്ത്യോക്യ പട്ടണ ബെറേഷു എന്ന കള്ളപ്രവാചകനെ കുറിച്ച് നമുക്ക് ആദ്യത്തെ ഭാഗത്തിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവസാനമായിട്ട് പൗലൂസ് പിസിദിയിലെ അന്ത്യോക്യയിലെ, പിന്നെ എലീമാസ് എന്ന മന്ത്രവാദിയെ കുറിച്ച് ഇതിനകത്ത് പഠിച്ചു അല്ലെ. പിന്നെ ഒരാൾ ഇവരുടെ സുവിശേഷീകരണത്തിൽ വിട്ടുപോകുന്നുണ്ട്. ആരാണ്? യോഹന്നാൻ വിട്ടുപോകുന്നു. പിന്നെ അവിടുത്തെ അന്ത്യോക്യയിലെ സിനഗോഗിൽ ആര് പ്രസംഗിക്കുന്നു? പൗലോസ് പ്രസംഗിക്കുന്നു. പിന്നെ പൗലോസ് ജാതികളിലേക്ക് തിരിയുന്നു. അവിടെ യഹൂദന്മാർ അവരെ അടിച്ചോടിക്കുന്നു. പിന്നെ അവസാനമായിട്ട് അവരുടെ യാത്ര എങ്ങോട്ടാണ് പോകുന്നത്? ഇക്കോന്യയിൽ. അവിടെ വരെയാണ് പഠിച്ചിരിക്കുന്നത് കേട്ടോ. എല്ലാവരും ശ്രദ്ധയോടെ വചനങ്ങൾ പഠിക്കുക. ഈ ബുധനും വ്യാഴവും നമ്മൾ ഫാസ്റ്റിംഗ് പ്രെയർ ആയിട്ട് നമ്മൾ ചർച്ച ഫാസ്റ്റിംഗ് പ്രെയർ എന്താണ് ഞാൻ പ്രത്യേകം പറഞ്ഞല്ലോ. പലരും ക്ഷീണിതരും രോഗികളും അതോടൊപ്പം തന്നെ ജോലിയിലുള്ള ചില ബുദ്ധിമുട്ടുകൾ അവർക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം 3 ദിവസം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. എല്ലാവരും ജോയിൻ ചെയ്യണം. കമ്പനികളൊക്കെ വളരെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. അപ്പം ആ കമ്പനിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അത് ബാധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് അവർ എന്നെ വിളിച്ച് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും നമുക്ക് പ്രാർത്ഥിക്കാം, ഒരു മാറ്റം ഇതിനുണ്ടാകണം. ഇത്രയും നാളായിട്ടും പറയത്തക്കതായ ഒരു മാറ്റത്തിലേക്ക് വരുന്നില്ല. എന്നാൽ നമ്മുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അനേകർക്ക് സൗഖ്യവും ആരോഗ്യവും ബലവും ഒക്കെ ദൈവം കൊടുത്തു. ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്യാൻ ദൈവം അവിടുന്ന് ശക്തി കൊടുത്തു. എന്നാൽ പൂർണ്ണമായ ഒരു മാറ്റം ഉണ്ടായിട്ട് നോർമലിലേക്ക് വരാനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കണം. എല്ലാവരും ദൈവസന്നിധി പ്രാർത്ഥിക്കണം. ബുധനും വ്യാഴവും നമുക്ക് സൂമിലൂടെ മീറ്റിംഗ് ഉണ്ടായിരിക്കും. വെള്ളിയാഴ്ച ഓൺലൈൻ നമുക്ക് ഫേസ്ബുക്ക് ലൈവ് ഉണ്ട്. ബുധനാഴ്ച ഒരു ദേവദാസനുണ്ട്. വ്യാഴാഴ്ച നോർത്ത് ഇന്ത്യയിലെ ദേവദാസന് നമുക്ക് നോർത്ത് ഇന്ത്യൻ അനുഭവങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. നോർത്ത്